കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് വയ്യാതിരുന്ന ഫായ രാത്രി താണിന്റെ റൂമിലേക്ക് വന്നതും അതിനുശേഷം പയ്യന്മാര് തമ്മിൽ നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ കണ്ടത്. ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തില് രണ്ടുപേരും കൂടെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് കിടക്കുവാണ്. ഫായ അവരുടെ പാസ്റ്റ് ലൈഫിൽ നടന്ന ആ ഒരു കാര്യങ്ങളെല്ലാം താൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഫായ ഒരു ഗരുഡനും താനൊരു നാഗമായിരുന്നു, അവരെ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചാണ് രണ്ടുപേരും കൂടെ സംസാരിച്ചാ കിടക്കുന്നത്. ആ ഒരു ടൈമില് ഒരു വില്ലൻ, അതായത് നമ്മുടെ ഡോക്ടർ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സമയത്ത് അത് ആരാണെന്ന് താണ് ചോദിക്കുന്നുണ്ട്. ആ ഒരു ചോദ്യം കേട്ടിട്ട് ഫായ കുറച്ച് ആലോചിക്കുന്നുണ്ട്. വേറെന്നല്ല, നമ്മുടെ മങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കാര്യം താണ് തൽക്കാലത്തേക്ക് അറിയണ്ടാന്ന്. അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ എന്തെങ്കിലും ചെയ്യും, ഡോക്ടറെ തടയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും താണ് ചെയ്യും. ഇപ്പൊ താനാണെങ്കിൽ ആ ഒരു വാക്സിമോന്റെ ടൈമില് വലിയ പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് നിൽക്കണം എന്ന് പറയുന്നുണ്ട്. തന്നെ വളരെ സേഫ് ആയിട്ട് നോക്കിക്കോണമെന്നും പറ്റുമെങ്കിൽ മങ്കിന്റെ അടുത്ത് തന്നെ വന്ന് ഒരു കുറച്ച് ദിവസത്തേക്ക് താമസിക്കാനും പറയുന്നുണ്ട്. ഇക്കാര്യം ഓർത്തിട്ട് ഫായ താൻ്റെ അടുത്ത് അത് ഡോക്ടറാണെന്നുള്ള കാര്യം പറയുന്നില്ല. താനാണെങ്കിലോ ഭയങ്കര വിഷമം. താൻ കാരണമാണല്ലോ ഫായ ഇങ്ങനെ ഡേഞ്ചറിലാവുന്നതെന്ന്. അവന്റെ പാരന്റ്സിനെ പോലെ തന്നെ ഫായക്ക് എന്തെങ്കിലും പറ്റുമെന്ന് തന്നെ ഭയങ്കര പേടിയാണ്. പക്ഷേ ഫായ പറയുന്നുണ്ട് എന്തൊക്കെയായാലും നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും, നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ടെന്നൊക്കെ. താനാണെങ്കിൽ ആ ഒരു വിഷമം അങ്ങ് പോകുന്നില്ല. ഇതിന്റെ ഇടയ്ക്ക് നമ്മളെ ഫായ നൈസായിട്ട് ചോദിക്കുന്നുണ്ട്. എന്തായാലും അവന് സസ്പെൻഷൻ കിട്ടിയിരിക്കുവാണ്, ഫായ്ക്കാണെങ്കിൽ റിക്കവർ ആവാൻ വേണം. ഈ ഒരു ടൈമില് നമുക്ക് ആ ബോട്ടിന്റെ അടുത്ത് മങ്കിന്റെ അടുത്ത് പോയിട്ട് വന്നാലോ എന്ന് ചോദിക്കുകയാണ്. താനാണെങ്കിൽ വരുന്നില്ല, അവന് പാരന്റ്സിന്റെ കേസിനെ കുറിച്ച് കണ്ടുപിടിക്കണം എന്നാണ് പറയുന്നത്. ചാർട്ടിന് ഇതിലോ പങ്കുണ്ടോ എന്ന് കണ്ടുപിടിക്കണമെന്ന്. എന്തുവാണേലും ഇപ്പൊ നമുക്ക് തൽക്കാലം ഒരു റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് അതിനുശേഷം വന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാം, ഞാനും അതിന് ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഫായ ഒരു വിധത്തില് താനെയും കൊണ്ട് സമ്മതിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫായ പറയുന്നുണ്ട് ഡോക്ടർ അഥവാ നിന്നെ വിളിക്കുകയോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് പറയണമെന്ന്. എവിടെയും ഡോക്ടറുടെ കൂടെ ഒറ്റയ്ക്ക് പോകരുത് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് താനെ ചോദിക്കുമ്പം ഞാൻ ജലസാണ്, എന്താ അറിസം പോരേന്ന് ഫായ. എന്നിട്ട് ഭയങ്കരമായിട്ട് താൻ്റെ അടുത്ത് കെഞ്ചി ചോദിക്കുന്നുണ്ട് പ്ലീസ് പോവല്ലേ പോവല്ലേ, അങ്ങനെ വിളിച്ചാൽ കൂടെ പോവേ ചെയ്യല്ലേ എന്ന്. ശരി ഓക്കെ എന്ന് താന് സമ്മതിക്കുന്നുണ്ട്. താന് പറയുന്നുണ്ട് ഡോക്ടർ കുറച്ച് ദിവസമായിട്ട് തന്നെ വിളിക്കുന്നോ മെസ്സേജ് അയക്കുന്നോ ഒന്നുമില്ല, ഒരു വിവരമില്ലെന്ന്. എവിടെയാ പോയെന്ന് വല്ലതും നിനക്ക് അറിയാവോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് താണ്. എങ്ങനെ വിളിക്കാനാണ്, അങ്ങേരെ അവിടെ ഉണ്ട് തീയൊക്കെ കൂട്ടിയിട്ട് എന്തോ മന്ത്രം കണക്കെന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കയ്യിലാണെങ്കിൽ ഈ പാമ്പിന്റെ ആ പാടുണ്ടല്ലോ അത് കണക്ക് വരുന്നതും കാണിക്കുന്നുണ്ട്. ഇങ്ങേരുടെ പ്രസൻസിൽ എപ്പോഴും ഉണ്ടാവുന്ന ആ ഒരു പച്ച സാധനം ഉണ്ടല്ലോ അത് അങ്ങേരുടെ മേത്തേക്കൊക്കെ പോകുന്നതായിട്ടൊക്കെ എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ താന് ഫോൺ പോയി നോക്കുമ്പം അതിലാണെങ്കിൽ ചാർജ് ഇല്ലാണ്ട് സ്വിച്ച് ഓഫ് ആയി പോയി കിടക്കുവാണ്. കുത്തിയിട്ടിട്ട് എന്താ ചാർജ് കയറാത്തെന്നും പറഞ്ഞ് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ആയ ഫോൺ കുത്തിയിട്ടു, പക്ഷെ ചാർജർ പ്ലഗ് കുത്തിയിട്ടില്ല എന്ന്. അത് കുത്തിയിട്ടിട്ട് ഫോൺ ഓൺ ആക്കുമ്പോഴുണ്ട് ചറപ്പറ നോട്ടിഫിക്കേഷൻ, 50 മിസ് കോളിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. പോരാത്തതിനെ അതിൻ്റെ അടുത്ത് നിന്ന് ചറപ്പറ മെസ്സേജ് ഉണ്ട്. ഇന്നലെ രാത്രി മുതൽ ഫയനെ കാണുന്നില്ല. മുത്തശ്ശിയും അനിയത്തിയാണെങ്കിൽ തപ്പി നടക്കുവാണ്, ഒരു വിവരം ഇല്ലെന്ന് പറഞ്ഞ 1000 മെസ്സേജ് വന്നിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് താണ് നേരെ പോയിട്ട് ഫയന്റെ അടുത്ത് ഇന്നലെ നീ വന്നപ്പം ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പം മുത്തശ്ശീൻ്റെ അടുത്തും അനിയത്തിൻ്റെ അടുത്തും പറഞ്ഞിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഇല്ലെന്ന് ഫായ. എന്നിട്ട് രാവിലെ എങ്കിലും വിളിച്ചു എന്ന് ചോദിക്കുമ്പം അയ്യോ മറന്നുപോയെന്ന് ഫായ. ഞാനാണെങ്കിൽ ആ ഫോൺ എടുക്കാതെ വന്നേന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് യായി വന്ന് ഡോറ് തുറക്കുന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ടായിരുന്നു തട്ടിക്കൊണ്ടിരിക്കുന്നത്. താണ് പോയിട്ട് ഡോറ് തുറക്കുമ്പം എടാ ഫായനെ ഇന്നലെ രാത്രി മുതൽ കാണാനില്ല, മുത്തശ്ശി അനിയത്തിയാണെങ്കിൽ ഭയങ്കരമായിട്ട് തപ്പിടക്കാണെന്ന് പറഞ്ഞ് തീരുമ്പോഴേക്കും എൻ്റെ അനിയത്തിയും മുത്തശ്ശിയും കൂടെ അങ്ങോട്ടേക്കേ വരുന്നുണ്ട്. മുത്തശ്ശിയും ഭയങ്കര വറീഡായിട്ട് ഇങ്ങനെ ഫയനെ കാണുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരിങ്ങനെ വറീഡായിട്ട് കണ്ടിട്ട് താൻ എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തമില്ല. ആ പാടുണ്ട് ഫായ ഡോറ് ബാക്കി കൂടെ തുറന്നിട്ട് മുത്തശ്ശി ഞാനിവിടെ ഉണ്ട് എന്ന് പറയുവാണ്. ഫായനെ അവിടെ കണ്ടതും യായി കാണിക്കുന്നത് നല്ല രസമുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് എല്ലാരും കൂടെ അകത്ത് കയറിയിരിക്കുന്നതാണ്. ഫായ രണ്ടുപേർക്കും കൂടെ വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തിട്ട് കുടിക്കുകയെന്ന് പറയാണ്. മുത്തശ്ശിയാണെങ്കിൽ ഭയങ്കര വറീഡായിട്ട് നീ ഇപ്പൊ റിക്കവർ ആയതേ ഉള്ളൂ, അപ്പോഴേക്കും നീ എന്തിനിങ്ങനെ ഓടി വന്നത് എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഇന്നലെ ഒരു അർജന്റ് ആയിട്ടുള്ള ഒരു കേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ടാ ഇങ്ങ് വന്നത് എന്ന് ഫായ. ഇത് കേട്ടിട്ട് യായി ആണെങ്കിൽ അവിടെ താൻ്റെ അടുത്ത് എവിടുന്നാ ഡിസ്കസ് ചെയ്തത്, ബെഡിൽ നിന്നായിരുന്നോ സോഫയിൽ നിന്നായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അനിയത്തിയാണെങ്കിൽ ആ ഫായന്റെ അടുത്ത് അവൻ ഒന്നാമത് മരിക്കുന്ന കണക്ക് പോയതാണ്, പിന്നെ എന്തിനാ ജോലിക്ക് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഞങ്ങൾ എത്ര വറീഡായി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. ഇത് കേൾക്കുമ്പം ഫായ്ക്കും ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. ഭയങ്കരമായിട്ട് കരയുന്ന കണക്ക് സോറി വയ്ക്കുന്നുണ്ട്. ഇനി ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറഞ്ഞ മുത്തശ്ശീനെ അനിയത്തിനെയും ഒരു വിധത്തിലെ വഴിക്ക് കൊണ്ടുവരുന്ന സമയത്ത് താണ് മുത്തശ്ശീൻ്റെ അടുത്തും അനിയത്തിൻ്റെ അടുത്തുമായിട്ട് സോറി ചോദിക്കുകയാണ്. ഫായ ഇങ്ങോട്ടേക്ക് വന്നിട്ടും അവരെ അറിയിക്കാത്തതിന്.
ഫയനെ ഞാൻ നന്നായിട്ട് നോക്കിക്കൊള്ളാന്നൊക്കെ പറഞ്ഞ് ഫയന്റെ തോളിലേക്ക് ആ കൈ വെക്കുകയാണ്. ഫയ ആണെങ്കിലും കൈയിലേക്ക് അങ്ങ് പിടിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ആയി ആണെങ്കില് നിങ്ങൾ എന്തിനാ കൈ പിടിച്ചിരിക്കുന്നത്? നിങ്ങൾ ലവേഴ്സ് ആണോ? ഓ എപ്പോ ഇതെന്താ പറയാത്തേന്നൊക്കെ പറഞ്ഞ് അറിയേ ചെയ്യാത്താണ് ഓവറായിട്ട് ആക്ട് ചെയ്തോണ്ടിരിക്കാണ്. രണ്ടിനെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാണിച്ചെന്ന് നമുക്കറിയാം. ആ ആളാണ് ഇമാതിരി പണി കൊടുക്കുന്നത്. സിബ്ലിങ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വേണം. താനും ഫയം കൂടെ യായിന് ഒരു നോട്ടം നോക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ നന്നായിട്ടൊന്ന് ഇളിച്ചും കൂടെ കൊടുക്കുവാണ്. എന്തായാലും നനഞ്ഞു, ഇനിയിപ്പോ കുളിച്ചു കയറാന്നുള്ള രീതിക്ക് ഫയ മുത്തശ്ശീന്റെ അടുത്ത് എനിക്ക് മുത്തശ്ശീന്റെ അടുത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയുന്നു. മുത്തശ്ശിയാണെങ്കിൽ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് നേരെ അനിയത്തിനെ നോക്കിയിട്ട് ഒരു ദീർഘശ്വാസം വലിച്ചു വിട്ട് ഇനി പറഞ്ഞോന്ന് പറയാണ്. താനും ഞാനും ഞങ്ങള് ഡേറ്റ് ചെയ്യാണെന്ന് ഫയ പറയുമ്പം മുത്തശ്ശി പിന്നെയും ഒരു സെക്കൻഡേ എന്ന് പറഞ്ഞ് പിന്നെ അവളെ നോക്കിയിട്ട് ശ്വാസം നന്നായിട്ടൊന്ന് വലിച്ചു വിട്ടിട്ട് ഇന്നലെ നിന്നെ കാണാണ്ടായിട്ട് നിന്നെ ഇവിടുന്ന് താണിന്റെ അടുത്ത് നിന്നാണ് കണ്ടുപിടിച്ചത്. എന്നിട്ടും നിനക്കിത് സീക്രട്ട് ആയിട്ട് വെക്കാൻ പറ്റുന്ന തോന്നുന്നുണ്ടോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. സീക്രട്ട് ആയിട്ട് വെക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നല്ല മുത്തശ്ശി, പറയാനൊരു അവസരം കിട്ടാഞ്ഞിട്ടാണെന്ന് ഫായ. പിന്നെ ഒരു പയ്യനെ ഡേറ്റ് ചെയ്യുന്നത് മുത്തശ്ശി സമ്മതിക്കുമെന്ന് അറിയാത്തോണ്ടാണെന്ന് ഫായ പറയുമ്പം മുത്തശ്ശിയാണെങ്കിൽ പറയുന്നത് പണ്ടേ തന്നെ മുത്തശ്ശി ഫായന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവൻ ആരെ ഇഷ്ടപ്പെട്ടാലും അത് മുത്തശ്ശി സ്വീകരിക്കുന്നത്. അത് നിനക്ക് ഓർമ്മയില്ലേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും തന്നെ ഫായ ഇമോഷണൽ ആവുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി താൻ്റെ അടുത്ത് താങ്ക്സ് പറയുന്നുണ്ട് എപ്പോഴും ഫായനെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്. പണ്ട് ചെറുപ്പത്തില് ഫായ മുങ്ങി പോയപ്പോഴാണെങ്കിലും ഇപ്പോഴാണെങ്കിലും മരണത്തിൽ നിന്നാണ് താണിങ്ങനെ ഫയനെ രക്ഷിച്ചുകൊണ്ടിരുന്നത്. അതിനും ഫയനെ ഇങ്ങനെ നന്നായിട്ട് നോക്കുന്നതിന് മുത്തശ്ശി താങ്ക്സ് പറയുന്നുണ്ട്. നന്നായിട്ട് നോക്കിക്കൊള്ളാന്ന് താനും പറയുന്നു. നിങ്ങള് സംസാരിക്കുന്ന പറഞ്ഞിട്ട് താണെണീറ്റ് യായിന്റെ അടുത്തേക്ക് പോകുമ്പം ഈ സെറ്റാണ് മോനെ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കലക്കി എന്നൊക്കെ പറഞ്ഞ ഭയങ്കരമായിട്ട് തംസപ്പ് ഒക്കെ കാണിച്ച് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടാണ് യായിരിക്കുന്നത്. ആള് ശരിക്കും ഐക്കോണിക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ് താണ്ടത്. സോറി ഈ ആയിൻ്റെത്. ഫായാണെങ്കിൽ മുത്തശ്ശീൻ്റെ അടുത്ത് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ടെന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് മുത്തശ്ശി പിന്നെയും ഒരു സെക്കൻഡേ എന്ന് പറഞ്ഞിട്ട് അനിയത്തിനെ നോക്കിയിട്ട് ഇനി പറയാന്ന് പറയാണ്. ഞാനിപ്പോ എന്തായാലും റിക്കവർ ആവല്ലേ, അവനെയും കൂട്ടിയിട്ട് ഇങ്ങനെ മങ്കിന്റെ അടുത്തേക്ക് പൊക്കോട്ടേന്ന് ചോദിക്കുമ്പം പ്രേമൻ തലക്കി പിടിച്ചല്ലേന്ന് അനിയത്തി. ഇതായിരുന്നോ കാര്യം? നീ എന്നെ പേടിപ്പിച്ച് കളഞ്ഞു. ഇതിനൊന്നും എന്റെ പെർമിഷൻ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അന്ന് നീ വെള്ളത്തിൽ മുങ്ങിയതിന് ശേഷം ഞാൻ ഇതുവരേക്കും നോഹായിലേക്ക് വന്നിട്ടില്ല. ഞാനും കൂടെ വരട്ടെ, ആ മങ്കിനെ ഒന്ന് കാണണമെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. താൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട്. അവരും സമ്മതിക്കുന്നു. ഇവിടെ നമ്മുടെ പയ്യന്മാരൊക്കെ ആണെങ്കിൽ ക്യാപ്റ്റൻ അതിലേ പോകുന്നുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് പ്ലാൻ ചെയ്യാണ്. ഈ ചാർട്ട് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, നമുക്ക് കഴിഞ്ഞ ദിവസം താനടക്കം നമ്മുടെ പയ്യന്മാരൊക്കെ ആ ഒരു ബാറിലേക്ക് പോയപ്പം ഇവർക്ക് പരിചയമുള്ള ഒരാളെ കണ്ടായിരുന്നല്ലോ. അയാളാണ് ചാർട്ട്, പോലീസിലുള്ള ആളാണ് അയാള്. അപ്പൊ അയാളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പയ്യന്മാര് ഇവിടെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കുന്നത്. സിംഗിന്റെ അടുത്ത് ഡാറ്റാബേസിൽ പോയിട്ട് ചാർട്ട് പോലീസിൽ നിന്ന് പോയതിന് ശേഷം എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അത് കണക്ക് കെയിമും തോങ്ങും കൂടെ നേരെ ഇൻസ്പെക്ടറുടെ, അതായത് നമ്മുടെ ക്യാപ്റ്റന്റെ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. പയ്യന്മാര് ഭയങ്കര അടിപൊളിയായിട്ട് സ്റ്റൈലായിട്ട് പോകുന്നുണ്ട്. അവിടെ പോയിട്ട് നോക്കുമ്പോഴാണെങ്കിൽ ക്യാപ്റ്റന്റെ ഓഫീസിൽ ഫുള്ള് ആൾക്കാരാണ്. ഇനിയിപ്പോ എന്താക്കുന്നത് തോങ്ങ്? അതിനൊക്കെ എൻ്റെ അടുത്ത് പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കെയിമാണെങ്കിൽ എല്ലാവരുടെ അടുത്തും പറയുവാണ്. താഴെ മീറ്റ് ബോളിന്റെ ഒരു വെൻഡിങ് മോൾ ഉണ്ട്, അവിടെ എല്ലാവർക്കും ട്രീറ്റ് ഉണ്ട്, അതും തോങ്ങിന്റെ വകയാണെന്ന് പറയുന്നു. എല്ലാരും ചാടി എണീറ്റൊരു ഓട്ടമാണ്. നീ സീൻ തന്നെ എന്നും പറഞ്ഞ് തോങ്ങും കെയും കൂടെ പോയിട്ട് ക്യാപ്റ്റന്റെ ആ ഒരു മേശ ഒന്ന് തപ്പുന്നുണ്ട് അവർക്ക് വേണ്ട ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട്. തപ്പുമ്പം കിട്ടുന്നുണ്ട്, അത് ഫോട്ടോ എടുത്ത് വെക്കുന്നു. ഇവിടെ നമ്മുടെ സിംഗിനും ആവശ്യമുള്ള ഡാറ്റാസ് കിട്ടുന്നുണ്ട്. അങ്ങനെ പയ്യന്മാരെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഇറങ്ങി ഭയങ്കര സ്റ്റൈലായിട്ട് നടന്നു വരുമ്പോഴാണ് വെക്കുന്നത് സൗണ്ട് കേൾക്കുന്നത്. 3 പേരും കൂടെ ഇത് എങ്ങോട്ടേക്കാണെന്ന് നോക്കുമ്പോണ്ടേ ക്യാപ്റ്റൻ താന്റെ വീട്ടിലേക്കാണെന്ന് 3 പേരും കൂടെ ഒരുമിച്ച് കോറസ് ആയിട്ട് പറയാണ്. അതും ഭയങ്കര ഒച്ചയില്. ക്യാപ്റ്റൻ വരെ ഞെട്ടിപ്പോകുന്നുണ്ട്. അത് പിന്നെ വേറെന്നല്ല, അവൻ പോയെന്ന സമയത്ത് കുറച്ച് സാധനം ഇവിടെ വിട്ടിട്ടാണ് പോയത്. പോകുന്ന വഴിക്ക് അതൊന്ന് കൊടുത്തിട്ട് പോകാനാണെന്ന് പയ്യന്മാര്. ശരി ഓക്കെ എന്ന് പറഞ്ഞ ക്യാപ്റ്റനും പോകുന്നു. ഇവരെ വലിയൊരു ആശ്വാസത്തിൽ നിൽക്കുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ടീം മൊത്തത്തില് താന്റെ റൂമിലിരുന്ന് ഈ ഒരു കേസിനെ കുറിച്ചും അവർക്ക് കിട്ടിയ ഡീറ്റെയിൽസിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നതാണ്. ഈ ചാർട്ട് എന്ന് പറയുന്ന ഓഫീസർ ട്രെയിനിങ്ങിന് ശേഷം പോലീസ് വർക്കിന് പോയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ഡീറ്റെയിൽസും എവിടെയും കിട്ടാനില്ല. ക്യാപ്റ്റന്റെ ചേട്ടന്റെ കേസിലാണെങ്കിലും ഇതേപോലെ തന്നെയായിരുന്നു. ഒരു വർക്കിന്റെ റെക്കോർഡ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാപ്റ്റന്റെ ഡെസ്ക് തപ്പിയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് വന്നിരുന്നല്ലോ, അതിൽ നോക്കുമ്പോഴാണെങ്കിൽ ഈ മോൺ3ന്റെ വലത് കൈ ആയിട്ടുള്ള ആളില് ഒരു ജയിലിലാണ് ഉള്ളത്. അയാളുടെ കയ്യില് ഇതേ കണക്ക് ഒരു ചെലന്തിന്റെ ടാറ്റു ഉണ്ട്. ഈ ചാർട്ടിന്റെ കയ്യിലും ഇതേപോലെ തന്നെ ചെലന്തിന്റെ ടാറ്റു ഉണ്ടായിരുന്നു. അതേ കണക്ക്
താനിന്റെ അച്ഛനെ കൊന്ന ആളുടെയിലും ഇതേ സംഭവം തന്നെ ഉണ്ടായിരുന്നു. താനിന്റെ അച്ഛന്റെ കാര്യം, ക്യാപ്റ്റന്റെ ചേട്ടന്റെ കാര്യം, അതേപോലെ ഇപ്പൊ ഇവര് ചെയ്തോണ്ടിരിക്കുന്ന കേസില് ആ ആർട്ടിസ്റ്റ് പയ്യന്റെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള രാവന്റെ കേസ്, ഇതില് മൊത്തത്തിലിപ്പം ബന്ധപ്പെട്ട് കിടക്കുന്നത് മോന്ത്രയാണ്. സിംഗ് CCTV നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ബാറിലുണ്ടായിരുന്ന ഫൂട്ടേജ് എല്ലാം തന്നെ ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിലുള്ള പാറ്റേൺ ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ മൗന്ത്രിന്റെ മേലെയാണ് കുറച്ചും കൂടെ സംശയം കൂടി വരുന്നതും. ഓൾറെഡി തന്നെ ക്യാപ്റ്റൻ ഇക്കാര്യങ്ങളൊക്കെ അറിയാം, എന്നിട്ടും ഇവരുടെ അടുത്ത് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള കാര്യമൊക്കെ ഇവരെ ചിന്തിക്കുന്നുണ്ട്. അപ്പോണ്ട് നമ്മുടെ കെയിം പറയുന്നു, മിക്കവാറും ക്യാപ്റ്റനും മോന്ത്രിന്റെ ആള് തന്നെയായിരിക്കും ഉള്ളിലെ യൂണിറ്റിനുള്ളിലെ കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ആക്കുന്നത് അങ്ങേരായിരിക്കും എന്നറിയാണ്. നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആള് തന്നെയായിരിക്കും കുറ്റവാളി എന്നാണ് കെയിം പറയുന്നത്. ഇത് പറഞ്ഞിട്ട് നിങ്ങൾ സീക്രട്ട് ക്രഷോണിയും ഗ്യാപ്പൊക്കെ കണ്ടിട്ടില്ലേ, അതിന്റെ ഒരു ട്വിസ്റ്റ് കണ്ടിട്ടില്ലേ, ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് താനാണെങ്കിൽ നേരെ ക്യാപ്റ്റനെ കാണാൻ പോവാണെന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുവാണ്. ഭയ തടഞ്ഞു വെക്കുന്നുണ്ട്. യായും പറയുന്നുണ്ട്, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കുമൊന്നും വേണ്ട, ക്യാപ്റ്റൻ കുറച്ചും കൂടെ ദേഷ്യപ്പെടുത്തേ ഉള്ളൂ, വേറെ കാര്യമൊന്നും ഉണ്ടാവത്തില്ല എന്ന്. ഞാൻ എന്റെ അച്ഛനെ കുറിച്ച് ചോദിക്കാനാണ് പോകുന്നത്, ഉറപ്പായിട്ടും പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ലെന്നും പറഞ്ഞ് താൻ അവിടുന്ന് പോകുന്നുണ്ട്. ഇവിടെ താന് ക്യാപ്റ്റന്റെ അടുത്ത് വന്നിട്ട് എന്റെ അച്ഛനെ അറിയാലേ എന്ന് ചോദിക്കുന്നുണ്ട്. താനെന്റെ അച്ഛൻ ഒരു കൊച്ചിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള കാര്യം പണ്ട് താൻ അറിഞ്ഞായിരുന്നു. അത് അച്ഛന്റെ കൊളീഗിന്റെ അനിയനാണെന്ന് അറിയായിരുന്നു. പക്ഷെ ആ കുട്ടി സമ്മതിക്കാത്തതുകൊണ്ട് അച്ഛൻ എഡ്യൂക്കേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. ആ കുട്ടി പിന്നീട് പോലീസ് ആയെന്നുള്ള കാര്യമൊക്കെ താൻ അറിയാം. അപ്പൊ ആ ഒരാള് ക്യാപ്റ്റൻ അല്ലേന്ന് താന് ചോദിക്കുന്നുണ്ട്. അതേന്ന് ക്യാപ്റ്റനും സമ്മതിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് എന്റെ അച്ഛനെ അറിയാന്നുള്ള കാര്യം പറയാത്തേന്ന് താനേ ചോദിക്കുന്നുണ്ട്. പോരാത്തിന് ഇത്രയും അറിവൊക്കെ കിട്ടിയതിന് ശേഷം തന്റെ അടുത്ത് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന്. താൻ്റെ അച്ഛന്റെ കേസിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പൊ ക്യാപ്റ്റൻ പറയുന്നത്, എനിക്ക് ഇവിടെയുള്ള ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണെന്നാണ്. പണ്ട് താൻ്റെ അച്ഛൻ മോന്ത്രിക്കെതിരെയുള്ള എവിഡൻസും കൊണ്ട് വരുന്ന സമയത്താണ് ആക്സിഡന്റ് ആവുന്നതും മരിക്കുന്നതും. അത് ജസ്റ്റ് കോൺസിഡന്റ് ആയിട്ട് ക്യാപ്റ്റന് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കേസിനെ കുറിച്ച് അന്വേഷിച്ചായിരുന്നു. ഇവരുടെ ടീമിൽ തന്നെയുള്ള ആളാണ് അത് ചെയ്തത് എന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. അതാരായിരുന്നു എന്ന് താനും ചോദിക്കുന്നുണ്ട്. താൻ്റെ അച്ഛന്റെ ടീമിന്റെ ലീഡറാണ് ആ ഒരു പരിപാടി ചെയ്തത്. അങ്ങനെയുള്ള ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. പോരാത്തതിന് താൻ്റെ അടുത്ത് ഇങ്ങനെ അച്ഛൻ അറിയാന്നുള്ള കാര്യം അല്ലെങ്കിൽ ഈ ഒരു കേസിനെ കുറിച്ചോ പറയാത്തതിന്റെ കാരണം ഈ ഒരു ഡീറ്റെയിൽസ് താന് അറിയാന്ന് അവർക്ക് മനസ്സിലായാല് താനും കൂടെ പ്രശ്നത്തിലാവും. അതുകൊണ്ടാണ് ക്യാപ്റ്റൻ ഇക്കാര്യം താൻ്റെ അടുത്ത് പറയാതിരുന്നത്. നീ തിരിച്ച് ടീമിലേക്ക് വരുന്ന സമയത്ത് ഇക്കാര്യത്തെ കുറിച്ചെല്ലാം ഞാൻ പറയാം, നീ ഇപ്പൊ പോവാൻ നോക്കുന്ന ക്യാപ്റ്റൻ. ശരി, ഓക്കേന്ന് താഴോർന്ന് പോകുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് സീനിൽ നമ്മൾ കാണുന്നത് ഫയന്റെ മുത്തശ്ശി, അനിയത്തി, പിന്നെ താന് 4 പേരും കൂടെ ഹൈലേക്ക് മങ്കിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഒരുപാട് കാലം കൂടിയിട്ടല്ലേ കാണുന്നത്. സംസാരിക്കുന്നുണ്ട്. ഇവരൊരാഴ്ചത്തേക്ക് ഇവിടെ ഉണ്ടാവും. താന്റെ മുത്തശ്ശീന്റെ അടുത്താണ് നിൽക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് താണവന്റെ അച്ഛന്റെ അമ്മേന്റെയും ഓർമ്മ സ്ഥലത്ത് നിന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സമയത്ത് ഫായയും മങ്കും കൂടെ സംസാരിക്കുവാണ്. ഡോക്ടറെ കുറിച്ച് വല്ല അറിവുണ്ടോ എന്ന് ഫായ ചോദിക്കുന്നുണ്ട്. മെഡിറ്റേഷനിലൂടെ പോലും ബന്ധപ്പെടാൻ പറ്റുന്നില്ലെന്നാണ് മങ്കും പറയുന്നത്. ആ ഒരു വാക്സിൻ മൂണിന്റെ ടൈമില് കുറച്ചും കൂടെ പവർഫുൾ ആയിട്ട് ഡോക്ടർ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് സൂക്ഷിക്കണം, താനെ വളരെ നന്നായിട്ട് നോക്കിക്കോണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ വാക്സിൻ മൂണിന്റെ തലേന്ന് ഇങ്ങോട്ടേക്ക് മങ്കിന്റെ അടുത്തേക്ക് വന്ന് ഇവിടെ നിന്നാ മതി എന്നും പറയുന്നുണ്ട്. അങ്ങനെ മങ്കിന്റെ അടുത്ത് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ പോകുന്നുണ്ട്. മുത്തശ്ശിന്റെ അടുത്തേക്ക് എല്ലാവരും കൂടെ പോകുന്ന സമയത്ത് മുത്തശ്ശിക്കും എല്ലാവരെയും കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. അന്ന് കണ്ടതല്ലായിരുന്നു. മുത്തശ്ശിമാരാണെങ്കിൽ ഭയങ്കര സംസാരമാണ്, ഫുഡിനെ കുറിച്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കമ്പനി വന്നിട്ട് രണ്ടുപേരും കൂടെ. താനും അനീതിയാണെങ്കിലും ഇവരെ നന്നായിട്ട് സിങ്ക് ആയിട്ടുണ്ടല്ലോ. എന്റെ മുത്തശ്ശിക്ക് എങ്ങനെയാണെന്നറിയോ, വല്ല ഫുഡ് നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പോയാല് പിന്നെ അത് തന്നെയായിരിക്കും കഴിപ്പിക്കാന്നാണ് പറയുന്നത്. ഒരാഴ്ചത്തേക്ക് ഒരേ ഫുഡ് തന്നെ ഫുൾ ഉണ്ടാക്കി തന്നൂന്ന്. അപ്പോണ്ട് താന് പറയുന്നു, എന്റെ മുത്തശ്ശി 2 ആഴ്ചത്തേക്കാണ് ഒരേ ഫുഡ് ഞാൻ ഇഷ്ടമാന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കി തന്നത് എന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. താൻ്റെ മുത്തശ്ശി ഈ മരം കൊണ്ടുള്ള ഫർണിച്ചേഴ്സ് ഉണ്ടാക്കി വിൽക്കുന്ന പരിപാടിയാണ് ബിസിനസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ഇരിക്കുന്ന കുറേ കാര്യങ്ങളും മുത്തശ്ശി തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതൊക്കെയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ ഭയങ്കര സംഭവം തന്നെയെന്ന് ഫയന്റെ മുത്തശ്ശി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് താന് പറയുന്നുണ്ട്, പണ്ട് ചെറുപ്പത്തിലെ മുത്തശ്ശി ഭയങ്കര അഡ്വഞ്ചറസ് ആയിരുന്നു, നേരിട്ട് സ്ഥലത്തേക്ക് തന്നെ പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാണ് ചെയ്തതെന്നൊക്കെ. ഞാൻ പിന്നെ വേറെന്താക്കാനാ, ഇവന്റെ അച്ഛനാണെങ്കിൽ പോലീസ് ആവാൻ പോയി, ഇപ്പൊ ഇവനും അത് തന്നെയാണ് ചെയ്യുന്നത് എന്ന് താൻ്റെ മുത്തശ്ശി. അതേപോലെ തന്നെയാണ് ഫായയും, എന്നെ ബിസിനസ്സിനൊന്നും സഹായിക്കുന്നില്ലെന്ന് ഫായന്റെ മുത്തശ്ശി. താൻ്റെ കുരുത്തക്കേട് കാരണം ഇവ ശരിക്കും ഒരു ആൺകൊച്ചു തന്നെയാണോ അതോ വല്ല കുരങ്ങുവാണോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്ന് താൻ്റെ മുത്തശ്ശി പറയുമ്പം
ഫ്ലായ അതേപോലെ തന്നെയാണ്, ഒരു കാര്യം പറഞ്ഞ അനുസരിക്കില്ല, ഭയങ്കര സ്റ്റബോണാണ്. ഇവനും കുരങ്ങനാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൊച്ചുമക്കളെ കുരങ്ങെന്ന് പറഞ്ഞ് കളിയാക്കി കൊടുക്കാണ്. താനും ഫായ ആണെങ്കിൽ രണ്ടും നന്നായിട്ട് സിങ്ക് ആവുന്നുണ്ടല്ലേ എന്ന് സംസാരിച്ചിരിക്കുന്നു. ഇതിന്റെ ഇടയ്ക്കാണ് താന്റെ മുത്തശ്ശി പറയുന്നത്, ഫായക്ക് പ്രത്യേകിച്ച് റൂമൊന്നും ഇല്ല, തൽക്കാലത്തേക്ക് നീ താന്റെ റൂമില് കിടക്കാൻ, ഏതെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പം ഏയ് കുഴപ്പമൊന്നുമില്ലെന്ന് ഫായ, അല്ലേ തന്നെ അതാണല്ലോ സൗകര്യം. അങ്ങനെ ഇവർ രണ്ടും കൂടെ റൂമിലേക്ക് വരുന്നുണ്ട്. താനാണെങ്കിൽ ആ റൂമിൽ വന്നിട്ട് അച്ഛൻ്റെ അമ്മേന്റെ ഫോട്ടോ നോക്കി വിഷമിച്ചിരിക്കാണ്. അപ്പൊ അങ്ങോട്ടേക്ക് ഫായ വരുന്നുണ്ട്. ക്യാമ്പിൽ നിൽക്കുന്ന സമയത്ത് താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ചെറുപ്പം മുതലേ തന്നെ മങ്കിന്റെ കൂടെയാണ് താമസിച്ചതെന്ന്. അതിനെക്കുറിച്ച് ഫായ ചോദിക്കുമ്പം താൻ്റെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം മങ്ക് മുത്തശ്ശിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു താൻ കാരണമാണ്, അവന്റെ ആ ഒരു കർമ്മ കാരണമാണ് അച്ഛനും അമ്മയും മരിച്ചത്. അവൻ സ്നേഹിക്കുന്ന ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന്. അതുകൊണ്ടാണ് മങ്ക് അവന്റെ അടുത്ത് അവിടെ നിൽക്കാൻ ചോദിച്ചതും. താനും ആകെപ്പാടെയുള്ളത് മുത്തശ്ശിയല്ലേ, ഇനിയിപ്പൊ മുത്തശ്ശിയും കൂടെ എന്തെങ്കിലും വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് താനും മങ്കിന്റെ കൂടെ അവിടെ നിന്നത്. എപ്പോഴും ഇങ്ങനെ മങ്കിന്റെ കൂടെ നിൽക്കാൻ തന്നെയാണോ ഉദ്ദേശിക്കുന്നതെന്ന് ഫായ ചോദിക്കുന്നുണ്ട്. ഇല്ല, ഈ ഒരു അച്ഛന്റെ കേസ് കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ ജോലി കിറ്റ് ചെയ്ത് മുത്തശ്ശിന്റെ കൂടെ വന്ന് താമസിക്കും. ആദ്യം ഇതിന് പിന്നിലെ കാര്യം കണ്ടുപിടിക്കണമെന്ന് താന് ഫായ താനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്തായാലും താന് കുറച്ചു കാലത്തേക്കെങ്കിലും അച്ഛൻ്റെ അമ്മേന്റെയും കൂടെ താമസിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ, ഒരുപാട് നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടല്ലോ എന്ന് ഫായ പറയുന്നുണ്ട്. അച്ഛൻ്റെ കൂടെ വലുതായിട്ട് മെമ്മറീസ് ഒന്നുമില്ല, അച്ഛൻ എപ്പോഴും ജോലി എന്ന് പറഞ്ഞ് നടക്കും, മരിച്ചതുപോലും ജോലിക്ക് വേണ്ടിയായിരുന്നു. താനെ വിഷമത്തിലാ പറയുന്നുണ്ട്. ഫായ ആണെങ്കിൽ താൻ്റെ അച്ഛൻ്റെ അമ്മേന്റെ അടുത്ത് ഞാൻ തന്നെ നന്നായിട്ട് തന്നെ നോക്കിക്കോളാം, വിഷമിക്കണ്ട, നിങ്ങളെ കൊന്നതാരാണെന്ന് കണ്ടുപിടിച്ച് അയാളെ ഞാൻ ജയിലിലിടുന്ന് പറയുന്നുണ്ട്. തന്നെ യായി വിളിക്കുന്നുണ്ട്. അവന്റെ ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ നിങ്ങ്, അവളുടെ അടുത്ത് മുദ്രക്കെതിരെയുള്ള എവിഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവന്മാര് അവളുടെ അടുത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. ഈ ഒരു ഗുഡ് ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് യായി വിളിച്ചത്. അങ്ങനെ നൈറ്റ് ആവുന്ന സമയത്ത് താന് കാര്യമായിട്ട് എന്തോ ചിന്തിച്ചിരിക്കാണ്, കുറച്ച് അപ്സെറ്റ് ആയാണ് കാണുള്ളത്. ആ സമയത്താണ് ഫയ കുളിച്ചിട്ട് വരുന്നത്. യായി വിളിച്ചിരുന്നൊന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് പറയുമ്പം എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. ഈ സമയത്താണ് താന് ഒരു വിഷൻ വരുന്നത്. നിങ്ങനെ കോൺ കൊല്ലുന്ന കണക്ക് ഇവനിങ്ങനെ വിഷം വന്ന് തലയെ പിടിച്ചിരിക്കുന്ന കാണുമ്പം ഫായും ടെൻഷനായിട്ട് വന്ന് നോക്കുന്നുണ്ട്. വിഷം കണ്ടോന്ന് ചോദിക്കുമ്പം ഇങ്ങനെ കണ്ടത് താനും പറയുന്നുണ്ട്. അത് കേട്ടിട്ട് ഫായും ഷോക്കാവുന്നു. യായും ക്യാപ്റ്റനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് താന് യായിനെ വിളിച്ച് ഇങ്ങനെ കോണെ കൊല്ലാൻ പോവാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് യായും ഷോക്കാവുന്നു. ഇൻസ്പെക്ടറുടെ അടുത്ത് ക്യാപ്റ്റന്റെ അടുത്ത് പറയുന്ന സമയത്ത് ക്യാപ്റ്റൻ എന്തുകൊണ്ടാണ് അവനെങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് താൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ഇതൊന്നും പറയാൻ നേരമില്ല, എന്തായാലും ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കുക, സത്യമാണെന്ന് പറഞ്ഞിട്ട് കോൾ ഇട്ടേന്നുണ്ട്. ഇവരാണെങ്കിൽ ആകെപ്പെടെ ടെൻഷനായിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങാണെങ്കിൽ അവിടെ പേടിച്ചിരിക്കുകയാണ്. അവളുടെ വീടിന്റെ പുറത്തുള്ള 2 ഗാർഡ്സ് ഉണ്ട്, അവരെ മാറ്റിയിട്ട് വേറെ 2 പേര് വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ആരോ വിളിച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട്. അവർ എവിഡൻസ് അവളുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു ബൈക്കിൽ 2 പേര് വരുന്നത്. നടക്കുന്ന സംഭവങ്ങളൊന്നും ശരിയല്ലെന്ന് മനസ്സിലാക്കിയിട്ട് അവള് പേടിച്ചുകൊണ്ട് തന്നെ അവർ എവിഡൻസ് ഡ്രോയിലേക്ക് വെക്കുന്നുണ്ട്. ഈ സമയത്ത് അവരകത്തേക്ക് വന്നിട്ട് ഇവളുടെ അടുത്ത് ബലപ്രയോഗം നടത്തുന്നു, കഴുത്ത് ഞെരിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഇഞ്ചക്ഷൻ എടുത്ത് അവളുടെ കയ്യിലേക്ക് കുത്തുന്നുണ്ട്. അവള് ബോധമായിട്ട് പോകുന്നുണ്ട്, മരിച്ചെന്നാണ് തോന്നുന്നത്. ആ ഒരു കയ്യിലേക്ക് ആ ഒരു സിറിഞ്ച് വെച്ചിട്ട് ഇവളെ എന്നെ കുത്തി മരിച്ച കണക്കാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് അവര് പോകുന്നത്. ഇവിടെ നമ്മുടെ ക്യാപ്റ്റനൊക്കെ വരുന്ന സമയത്ത് ആ 2 പേര് പോകുന്നത് കാണുന്നുണ്ട്. അങ്ങനെ ഇവരെ പെട്ടെന്ന് അവിടെ പോയി നോക്കുന്നു. നമ്മുടെ ടീം മൊത്തത്തില് പോയി നോക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. ആ ഒരു സിറിഞ്ചും അവളുടെ കയ്യിലായിരിക്കുന്ന ബ്ലഡും ശ്രദ്ധിക്കുന്നുണ്ട്. മരിച്ചു എന്ന് കൺഫേം ആക്കിയത് കൊണ്ട് തന്നെ നിങ്ങൾ അവർക്ക് ഒരു എവിഡൻസ് കൊടുക്കണം എന്ന് പറഞ്ഞായിരുന്നല്ലോ. അവർ എവിഡൻസ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പറയുന്നുണ്ട്. ക്യാപ്റ്റൻ കറക്റ്റ് ആയിട്ട് അവൾ ആ ഒരു ഡ്രോയറിൽ വെച്ചെടുത്തുനിന്ന് ആ ഒരു എവിഡൻസ് എടുക്കുന്നുണ്ട്. അവൾ അത് വെക്കുന്ന സമയത്ത് കയ്യിൽ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ബ്ലഡ് കണ്ടിട്ടാണ് അത് കണ്ടുപിടിക്കുന്നത്. കുറച്ച് കഴിയുമ്പോട്ട് നമ്മുടെ പയ്യന്മാരുടെ അടുത്ത് വന്ന് പോലീസുകാർ പറയാണ് ഇനി ഈ കേസിൽ ഇവര് നിൽക്കുന്നില്ല, അന്വേഷണമൊക്കെ നിർത്തിക്കോളാൻ. അവർ ഈ കേസിൽ നിന്ന് മാറ്റി ഇനി പോലീസുകാരാണ് നോക്കുന്നതെന്ന്. നമ്മുടെ പയ്യന്മാരെ പോലീസാണ്, പക്ഷെ സ്പെഷ്യൽ ടീമാണല്ലോ. ഇത് കേട്ടിട്ട് നമ്മുടെ യായ്ക്കും ബാക്കിയുള്ളവർക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട്. തുടക്കം മുതലേ ഞങ്ങൾ ഇവിടെ ഇല്ലയാണെന്നൊക്കെ പറഞ്ഞ് അവരുടെ അടുത്ത് ചൂടാവുന്ന സമയത്ത് ക്യാപ്റ്റൻ അവരുടെ അടുത്ത് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. ഓർഡർ എന്താണോ അതനുസരിക്കാൻ. പിന്നെ ഒരു വഴിയില്ലാണ്ട് മിണ്ടാതെ തന്നെ അവരവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവിടെ താന്നെ വിളിച്ചിങ്ങനെ നിങ്ങൾ മരിച്ചു എന്ന് പറയുമ്പം താനാണെങ്കിൽ ആകെപ്പാടെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ആ പെണ്ണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നിന്നിട്ട് അവളെ രക്ഷിക്കാൻ പോലും നമുക്ക് പറ്റിയില്ലല്ലോ എന്ന് ഫായാണ് അവനെ ആശ്വസിപ്പിക്കുന്നത്. ഈ സമയത്താണ് മുത്തശ്ശീന്റെ വർക്കേഴ്സ് അങ്ങോട്ടേക്ക് വരുന്നത്. 2 പേര് മരം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാട്ടില് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഒരാളെ കടുവ മനുഷ്യൻ തിന്നു എന്നാണ് പറയുന്നത്. മുത്തശ്ശി ഇത് കേട്ടിട്ട് ഷോക്കാവുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചെക്കന്മാരാണെങ്കിൽ
അങ്ങനത്തെ കടുവ മനുഷ്യനൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിലും ഡിസ്റെസ്പെക്ട് ചെയ്യരുത് എന്ന് വർക്കേഴ്സ്. ഡിസ്റെസ്പെക്ട് ചെയ്തൊന്നല്ല, ശരി, ആ ബോഡി എവിടെയാണെന്ന് ഇവര് ചോദിക്കുന്നുണ്ട്. ആ ബോഡി കടുവ മനുഷ്യൻ തന്നെ കൊണ്ടുപോയെന്നാണ് വർക്കേഴ്സ് പറയുന്നത്. ഇവിടെ യൂണിറ്റില് നമ്മുടെ പയ്യന്മാരൊക്കെ കിട്ടിയ ഒരു എവിഡൻസ് നോക്കുന്നുണ്ട്. അതൊരു ഓഡിയോ ഫയലാണ്. രാവോയും ഇവരുടെ ഇടയിലുള്ള ഡീലറും തമ്മിലുള്ള സംസാരം. ഹാർഡ് വർക്കുകൾ ഇപ്രാവശ്യം കൂടുതലായിട്ട് കളക്ട് ചെയ്യണം, വലിയൊരു പ്രൊജക്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് കാവോ പറയുന്നുണ്ട് പൈസ കൂട്ടി വേണമെന്ന്. അത് നാളെ എന്തായാലും നീ മോന്ത്രിനെ കാണുന്നുണ്ടല്ലോ, അപ്പൊ അവിടെ വന്ന് നേരിട്ടങ്ങ് സംസാരിച്ചു എന്നാണ് അയാളും പറയുന്നത്. നോൾഹായിൽ, അതായത് ഇപ്പൊ നമ്മുടെ താനുള്ള സ്ഥലത്ത് അവിടെ മോന്ത്രിന്റെ ഒരു വെയർ ഹൗസ് ഉണ്ട്. അവിടെയാണ് ഈ ഒരു സംഭവം എന്നാണ് പറയുന്നത്. ഇപ്രാവശ്യം മോന്ത്രി നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന് നമ്മുടെ ക്യാപ്റ്റനും വിചാരിക്കുന്നുണ്ട്. താനും ഫായ ഒഴികെയുള്ള നമ്മുടെ ടീം മെമ്പേഴ്സ് മൊത്തത്തില് മോന്ത്രിന്റെ ആ ഒരു വെയർ ഹൗസിനെ കുറിച്ചും അതിന്റെ അടുത്തൊരു റിവർ ഉണ്ട്, ഒരു വലിയ ഫോറസ്റ്റ് ആണ്, അപ്പൊ അതിനെ കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നാണ് മോന്ത്രി സ്മഗിൾ ചെയ്യുന്നതെന്ന്. നാളെ നോൺഹായിലേക്ക് പോണെന്ന് ക്യാപ്റ്റൻ പറയുന്നുണ്ട്. ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നേവി ഫോഴ്സും റേഞ്ച് ഫോറസ്റ്റ് ഓഫീസേഴ്സും ഉണ്ടാവും. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാനൊക്കെ പറയുന്ന സമയത്താണ് നമ്മുടെ പയ്യന്മാരൊക്കെ പറയുന്നത് താനെയും ഫയനെയും കൂടെ ഈ ഒരു ഓപ്പറേഷനിൽ കൂട്ടിക്കൂടിയെന്ന്. താനെ ശരിക്കും മോന്ത്രിനെ എത്രത്തോളം അറസ്റ്റ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടെന്ന് സാറിന് അറിയാലോ എന്നൊക്കെ പറഞ്ഞ ഭയങ്കരമായിട്ട് ചോദിക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ക്യാപ്റ്റൻ ഒന്നും പറയുന്നില്ല. നാളെ നോഹായിൽ എത്തണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പോകാൻ നിൽക്കുന്ന സമയത്ത് അതിനെ മാത്രം പിടിച്ചു നിർത്തിയിട്ട് എങ്ങനെയാണ് നിങ്ങൾ മരിക്കുന്നവരും താൻ അറിയാവുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് അവനൊരു സൈൻ കാണാൻ പറ്റും. അവന്റെ പാരന്റ്സിന്റെ ആക്സിഡന്റിന് ശേഷമാണ് ഈ ഒരു വിഷൻ കാണുന്നതെന്നൊക്കെ യായി പറയുന്നുണ്ടെങ്കിലും ക്യാപ്റ്റൻ അത് വിശ്വസിക്കുന്നില്ല. ഒരവസരം കൂടെ സത്യം പറയാൻ നിനക്ക് തരാമെന്നാണ് ക്യാപ്റ്റൻ പറയുന്നത്. ആരാണേലും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലോ. ഞാൻ സത്യമാണ് പറയുന്നതെന്ന് നമ്മുടെ ചെക്കനും പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ താനും ഫായ ആണെങ്കിൽ ആ മരിച്ചു എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാളുടെ റൂമിലേക്കാണ് വന്ന് നോക്കുന്നത്. ഫായാണ് റൂമിന്റെ അകത്തേക്ക് നോക്കുന്നത്. താണ് ആ കണ്ടിരുന്നു എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാളാണ് ആ ഒരു ടീമിന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഹെഡ്. തൽക്കാലം നമുക്ക് ലീഡർ എന്ന് വിളിക്കാം. കാര്യങ്ങളൊക്കെ ഇയാളെ നോക്കുന്നത് കൊണ്ട് തന്നെ ഇവര് ഡീറ്റെയിൽസ് ചോദിക്കാണ്. ഈ മരിച്ച ആൾ ആരുടെയും കൂടെ അധികം മിങ്കിളാവുന്ന അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിക്കുന്നൊന്നും കൂട്ടത്തിലല്ല, ആരുമായിട്ട് അങ്ങനെ വലിയ കമ്പനി ഒന്നും ഇല്ലെന്നൊക്കെയാണ് ഇയാള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് ഫായ വരുന്നുണ്ട്. ആ മരിച്ച ആളുടെ റൂം മൊത്തത്തില് മെസ്സി ആയിട്ടാണ് കിടക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. പൊതുവെ അയാൾ അങ്ങനെ വൃത്തിയൊന്നും ആക്കിയിടത്തില്ല എന്നാണ് ഈ ലീഡർ പറയുന്നത്. പക്ഷെ അയാൾ പറയുന്നതിൽ മൊത്തത്തിലൊരു കള്ളത്തരം കാണാനുണ്ട്. ഇവരിങ്ങനെ പിന്നെയും ചോദിക്കുന്ന കേട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് നോക്കുന്നുണ്ടോ എന്ന് അവര് ചോദിക്കുമ്പം ഡ്രഗ്സ് ആണ് നോക്കുന്നത്. ആ മരിച്ച ആള് ഡ്രഗ്സ് എടുത്തിട്ടുണ്ട് എന്നാണ് ആ റിപ്പോർട്ടിലുള്ളത്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഇവരെ ചോദിക്കുന്നത്. അപ്പൊ അയാളാണെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അയാളെ കുറിച്ച് നെർവസ് ആയിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അത് നമ്മുടെ പയ്യന്മാരെ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫായ കുത്തി ചോദിക്കുമ്പം അങ്ങേരാണെങ്കിൽ മരിച്ച ആളങ്ങനെ വലിയ ആരുടെ അടുത്തും കമ്പനി ആവുന്ന കൂട്ടത്തിലല്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ അറിയത്തില്ല എന്ന് പറഞ്ഞ് നൈസായിട്ട് അവിടുന്ന് വലിയുന്നുണ്ട്. ഇതും കൂടെ കാണുമ്പം താണ് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അയാൾ വെറുതെ പ്രൊവോക്ക് ചെയ്യുന്നത്, നമുക്ക് കൂടുതൽ അറിവ് അയാളുടെ അടുത്ത് നിന്ന് കിട്ടണമെന്ന്. അയാൾ നമ്മുടെ അടുത്ത് നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ട് എന്ന് ഫായ പറയുന്നു. ഫായ നേരത്തെ ആ മരിച്ച ആളുടെ റൂമിൽ പോയ സമയത്ത് ഇപ്പൊ ഈ ഒരു ലീഡറിന്റെ ഫുട് പ്രിന്റ് അവിടെ റൂമില് കണ്ടായിരുന്നു. അത് ഫോട്ടോ എടുത്ത് തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പൊതുവെ ആരുമായിട്ട് ആ മരിച്ച ആളെ മിങ്കിളാവുന്നില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ലീഡറിന്റെ ആ കാൽപ്പട അവിടെ കണ്ടു എന്നുള്ളത് ഒരു ചോദ്യമാണല്ലോ. അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് നമ്മുടെ പയ്യന്മാരവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ ഈ ലീഡർ ആണെങ്കിൽ അവിടെ ഒളിഞ്ഞു നിന്ന് ഇവരെ നോക്കുന്നുണ്ട്. അതും കുറച്ച് വില്ലത്തരത്തോടെയൊക്കെയാണ് നോക്കുന്നത്. നമ്മുടെ പയ്യന്മാരാണെങ്കിൽ ഒരു വീട്ടിലേക്ക് പോയിട്ട് അതിന്റെ പുറത്തും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഡ്രഗ്സും കണ്ടുപിടിക്കുന്നുണ്ട്. ഇവരെ സംശയിച്ചതുപോലെ തന്നെ ഇത് ഡ്രഗുമായിട്ട് റിലേറ്റഡ് ആണ്. ആദ്യം ആ മരിച്ച ആളുടെ ബോഡി കണ്ടെത്തണം എന്നാണ് ഇവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് താനാണെങ്കിൽ ഡോക്ടറെ വിളിക്കുവാണ്. ഫായതുകൊണ്ട് പേടിച്ചിട്ട് പെട്ടെന്ന് ഫോൺ മേടിച്ചിട്ട് എന്തിനാ നീ ഇപ്പൊ അങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. വർക്കേഴ്സിനൊക്കെ ഒരു ഡ്രഗ് ടെസ്റ്റ് എടുക്കണം എന്നാണ് താൻ പറയുന്നത്. പക്ഷെ ഫായ ഡോക്ടർ അല്ലാതെ നിനക്ക് വേറെ ആരെയും വിളിച്ചുകൂടിയെന്നാണ് ചോദിക്കുന്നത്. എനിക്ക് ഡോക്ടറെ മാത്രമേ വിശ്വാസമുള്ളൂ എന്ന് താണ്, പക്ഷെ എനിക്ക് വിശ്വാസം ഇല്ലെന്ന് ഫായ. നീ ജലസാവുന്നു പറഞ്ഞ് ഇങ്ങനെയൊക്കെ എന്തിനാ ചെയ്യുന്നതെന്നൊക്കെ താണ് പറയുന്നുണ്ടെങ്കിലും ഫായ ഒരു ഫോൺ മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാതെ അങ്ങ് പോവാണ്. താണ് പുറകെ പോയിട്ട് നീ ജലസാണെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ എന്തിനാ ചെയ്യുന്നത്, നിങ്ങൾക്ക് ജസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടിരുന്നൂടെ, ഞാൻ ഡോക്ടറെ ഒരു ബ്രദറായിട്ടാണ് കാണുന്നത്, എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞാണ് സംസാരിക്കുന്നത്. എനിക്ക് അങ്ങനെ വിശ്വാസമില്ലെന്ന് പറഞ്ഞ് ഫായ. പക്ഷെ എന്നെ വിശ്വസിക്കാലോ എന്ന് താണിങ്ങനെ ഡോക്ടറെ വിട്ടുകൊടുക്കാതെ ഇങ്ങനെ കുറെ നേരമായിട്ട് സംസാരിക്കുന്ന കാണുമ്പം ഫായ പറയുന്നുണ്ട് കഴിഞ്ഞ ജന്മത്തില് തന്നെ ഫയനെയും പിരിക്കാൻ വേണ്ടിയിട്ട് വന്ന നാഗം ഡോക്ടറാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷെ താനാണെങ്കിൽ അത് വിശ്വസിക്കുന്നില്ല. ഡോക്ടറെ നിനക്ക് ഇഷ്ടമല്ലെന്ന് വിചാരിച്ച് ഇങ്ങനെയൊന്നും പറയാതെ വെറുതെ കണ്ടപടി പറയാതെ എന്നാണ് താണ് പറയുന്നത്. നിനക്ക് അത്ര സംശയം ഉണ്ടെങ്കിൽ നമുക്ക് മങ്കിന്റെ അടുത്ത് തന്നെ ചോദിക്കാന്നൊക്കെ ഫയ പറയുന്നുണ്ടെങ്കിലും നീ ഇപ്പൊ പറഞ്ഞത് ഞാൻ കേട്ടില്ലെന്ന് വിചാരിച്ചോളാം, ഇനി എന്റെ അടുത്ത് ഇങ്ങനത്തെ പറയരുത് എന്ന് പറഞ്ഞ് താണ് പോവാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്, നന്നായിട്ട് ഇടിയിടിക്കുന്നുണ്ട്.
മഴയും പെയ്യുന്നുണ്ട്. താന്റെ പുറകെ തന്നെ ഫായയും പോകുന്നുണ്ട്. ഇവിടെ മുത്തശ്ശിയാണെങ്കിൽ പുറത്തേക്ക് നോക്കിയിരിക്കുവാണ്. ഭയങ്കരമായിട്ട് ഇടിയും മിന്നലൊക്കെ ഉണ്ടല്ലോ. ഒരുമാതിരി വ്യത്യസ്തമായിട്ടുള്ള രീതിക്ക് നിനക്കുള്ള സമയമായില്ലേന്ന് മുത്തശ്ശിയെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് താണ്ടാസിനും അമ്മയും മരിച്ചതിന് ശേഷമുള്ള ആ ഒരു ടൈമിലുള്ള കാര്യമാണ്. താണ്ടാസിന്റെ അമ്മേന്റെ ഫോട്ടോയിൽ നോക്കിയിട്ട് ഞാൻ അവനെ നന്നായിട്ട് നോക്കിക്കൊള്ളാം, നിങ്ങളെ വറീടാവണ്ടെന്നും പറഞ്ഞ് താനെ എണീപ്പിക്കാൻ നോക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഡോറ് തുറക്കുന്നില്ല. എന്തേലും വന്ന് കഴിക്കുമെന്ന് പറഞ്ഞ് കുറെ പ്രാവശ്യം വിളിക്കുന്നുണ്ടെങ്കിലും ഡോറ് തുറക്കാത്തോണ്ട് മുത്തശ്ശി എന്നെ ഡോറ് തുറക്കുന്നുണ്ട്. നോക്കുമ്പോ അവിടെ നമ്മുടെ ഡോക്ടർ സമയമാകുമ്പോൾ നമുക്ക് ഒന്നിക്കാം, ഞാൻ നിന്റെ അടുത്തേക്ക് വരാന്ന് കുട്ടി താഴ്ന്ന് ഉറങ്ങിക്കിടക്കുവാണ് അവന്റെ അടുത്ത് പറയുന്നുണ്ട്. മുത്തശ്ശിനൊരു നോട്ടവും നോക്കുന്നുണ്ട്. അത് കണ്ടിട്ട് മുത്തശ്ശി അങ്ങ് പേടിച്ചു പോകുന്നുണ്ട്. അതിനുശേഷം താന് കുറച്ച് വലുതാവുന്ന സമയത്ത് മുത്തശ്ശിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. താൻ അവന്റെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് വന്ന് മുത്തശ്ശിനെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് എവിടെയെന്ന് മുത്തശ്ശി ചോദിക്കുമ്പം ആണ് ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോയിട്ട് പുറത്തുണ്ട് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. നോക്കുമ്പോ അതേ ഡോക്ടറാണ്. ഈ ഒരു കാര്യം ആലോചിച്ച് മുത്തശ്ശി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഫായന്റെ അടുത്ത് തന്നെ രക്ഷിക്കണേന്ന് അവിടെ നിന്ന് പറയുന്നുണ്ട്. രാവിലെ അനീതിയാണെങ്കിൽ ഫുഡ് കഴിച്ചോണ്ടിരിക്കാണ്. മുത്തശ്ശിമാർ രണ്ടുമാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചാണ് ഇരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ രണ്ടുപേരും ഒന്നും കഴിച്ചിട്ടില്ല. എന്തെങ്കിലും കഴിക്കില്ലെങ്കിൽ തലറങ്ങി വീഴുന്നു പറഞ്ഞുകൊണ്ടാണ് അവള് നിൽക്കുന്നത്. താനും ഫായയും കൂടെ രാത്രി പോയതാണ് ഫോറസ്റ്റിലേക്ക്. ഇതുവരേക്കും വന്നിട്ടില്ല. അതിന്റെ ടെൻഷനാണ് രണ്ടുപേർക്കും. ഇവരിങ്ങനെ ആകപ്പെടാൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പം അവക്കും തിന്നാൻ തോന്നില്ല. ഫുഡ് എടുത്ത് പോകാൻ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് താനും ഫായയും വരുന്ന കാണുന്നത്. അങ്ങനെ മൂന്നുപേരും കൂടെ വറീഡായിട്ട് അവരുടെ അടുത്ത് പോയിട്ട് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ എവിഡൻസ് കളക്ട് ചെയ്യാൻ പോയതായിരുന്നു, പക്ഷെ ഒന്നും കിട്ടിയില്ല. അല്ല ലീഡർ ആണെങ്കിൽ ഒന്നും പറയുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട്. താന്റെ മുത്തശ്ശിയാണെങ്കിൽ താന്റെ അടുത്തൊന്നും സംസാരിക്കണമെന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് പോകുന്നുണ്ട്. മുത്തശ്ശിക്കാണെങ്കിൽ താന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയ സമയത്തുണ്ടായിരുന്ന ആ ഒരു ബാഡ് ഫീലിംഗ് ഇപ്പോഴും വരുന്നുണ്ട്. നിനക്ക് എന്തെങ്കിലും പറ്റുമെന്ന് പേടിയാണെന്നൊക്കെ മുത്തശ്ശി പറയുന്ന സമയത്ത് ഞാനൊരു പോലീസാണ്, ഇതൊക്കെ ഞാൻ നോക്കണം. അച്ഛൻ്റെ അമ്മേൻ്റെയും കേസ് എനിക്ക് അന്വേഷിക്കണം. അച്ഛനെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിക്കണം. അത്രയും മോശപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുന്ന ആളെ ഞാൻ കണ്ടുപിടിക്കണം. ഉറപ്പായിട്ടും എനിക്കൊന്നും പറ്റത്തില്ല, ഞാൻ എന്നെ നന്നായിട്ട് നോക്കിക്കൊള്ളാന്നൊക്കെ താണ് പറയുന്നുണ്ട്. മുത്തശ്ശീനെ വറീഡാക്കുന്ന രീതിക്ക് ഒന്നും സംഭവിക്കില്ലെന്ന്. മുത്തശ്ശിയാണെങ്കിൽ ഭയങ്കര വറീഡായിട്ട് മങ്ക് പറഞ്ഞതനുസരിച്ച് തന്നെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ പേഴ്സൺ വരുന്ന സമയമായിട്ടുണ്ട്. മുത്തശ്ശിക്കാണെങ്കിൽ അതിൻ്റെ ടെൻഷനാണ്. താനും എന്താ പറയണ്ടേന്ന് അറിയത്തില്ല. ഫായാണ് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് മുത്തശ്ശിക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. ഇവിടെ മോന്ത്രിയാണെങ്കിൽ ആർക്കോ ആർട്ട് വർക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. എന്നിട്ടത് എത്തിക്കാനും അവൻ്റെ വർക്കേഴ്സിനോട് പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ നിൽക്കുന്ന ചാർട്ടിൻ്റെ അടുത്ത് ഒന്ന് പുറത്തു പോയിട്ട് ഇതൊക്കെ പഠിക്കാൻ പറയുന്നുണ്ട്. പുതിയതായിട്ട് വന്ന് ചേർന്നതാണെന്ന് അറിയത്തില്ല. എന്തായാലും അതും പറഞ്ഞിട്ട് നമ്മുടെ ക്യാപ്റ്റൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് പോകുന്നത്. ഈ സ്ഥലത്തുനിന്ന് മോന്ത്രിൻ്റെ ആൾക്കാരെ ഡ്രഗ്സ് ഒക്കെ കൊണ്ടുപോകുന്നതും കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ പയ്യന്മാർ രണ്ടും കൂടെ വർക്കേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ആ മരിച്ച ആള് പോയ റൂട്ട് ഒന്ന് കാണിച്ചു തരുമെന്ന് ചോദിക്കുന്നുണ്ട്. പൈസ കൊടുക്കാന്നും പറയുന്നുണ്ട്. പക്ഷെ അവരൊക്കെ ആണെങ്കിൽ ടൈഗർമാനെ പേടിയാണ്, അതുകൊണ്ട് വരത്തില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും ചോദിച്ചോ, ഞാൻ തരാന്ന് താണ് പറയുന്നുണ്ടെങ്കിലും അവര് പേടിച്ചിട്ട് സമ്മതിക്കുന്നില്ല. ടൈഗർമാൻ എന്ന് പറയുന്ന സംഭവമൊന്നുമില്ല. കാമ് ഡ്രഗ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഹലൂസിനേഷൻ തോന്നിയതാണ്, അല്ലാതെ സംഭവം വേറൊന്നല്ലെന്ന് പറഞ്ഞ് നമ്മുടെ പയ്യന്മാരെ പറയുന്നുണ്ട്. ലീഡറിന്റെ ഡ്രഗ് ടെസ്റ്റ് എടുത്തു, അപ്പം കൺഫേം ആക്കി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അവർക്കാണെങ്കിൽ പേടിയുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കാമ് അഥവാ ആ ലീഡർ ആണെങ്കിൽ ഇവരെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വിശ്വാസമില്ല വേണ്ട, ടൈഗർമാൻ തിന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് അവരങ്ങ് പേടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവരാണെങ്കിൽ തീരെ അങ്ങ് സമ്മതിക്കുന്നില്ല. കാമാണെങ്കിൽ അവരെയും കൂട്ടിയിട്ട് ഇവിടുന്ന് പോകുന്നുണ്ട്. നമ്മുടെ പയ്യന്മാർക്കാണെങ്കിൽ ഇനി എന്ത് ചെയ്യുന്ന ഒരു പിടുത്തമില്ല. കാമാണെങ്കിൽ ഇവരുടെ അടുത്ത് സഹകരിക്കുന്നേ ഇല്ല, എന്തോ കാര്യമായിട്ട് മറച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ വർക്കേഴ്സ് ഒക്കെ പോകുന്ന സമയത്ത് താനാണെങ്കിൽ ഒരു വിഷൻ വരുന്നു. കാമ അഥവാ ആ ലീഡറിനെ ആരോ വെടി വെക്കുന്നതായിട്ട്. ഇത് കണ്ടിട്ട് പയ്യന്മാര് കാമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ വർക്കേഴ്സിന്റെ കൂട്ടത്തിൽ നോക്കുമ്പം കാമിനെ കാണുന്നില്ല. അങ്ങനെ ചുറ്റും നോക്കുമ്പം അവൻ മേലേക്ക് പോകുന്നതായിട്ട് കാണുന്നു. അങ്ങനെ നമ്മുടെ പയ്യന്മാരും ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. പോകുന്ന സമയത്ത് ഈ മരത്തില് മാർക്കൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് കാമ എപ്പോഴും ഇതിൽ തന്നെയാണ് പോകുന്നതെന്ന്. ഇവരെ ലീഡർ അന്വേഷിച്ചു വന്ന ഇതേ സമയത്ത് നമ്മുടെ പയ്യന്മാര് അതായത് ടീം മെമ്പേഴ്സ് ആ ഒരു ഫോറസ്റ്റിൽ തന്നെയാണ് ഉള്ളത്. നമ്മുടെ പയ്യന്മാരാണെങ്കിൽ താനെയും ഫായനെയും വിളിച്ചു നോക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യാനേ പറ്റുന്നില്ല. രണ്ടും കൂടെ എന്ത് കാണിക്കാണോ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തനാണെങ്കിൽ രണ്ടും കൂടെ വെടിക്കിടന്ന് ഉരുളുമായിരിക്കുന്നത് ഒരു കമന്റ്. നമ്മളിങ്ങനെ താനെ വിളിക്കുന്നത് ക്യാപ്റ്റൻ അറിയാവോ എന്ന് സിംഗ് ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ നമുക്കൊരു പ്ലാൻ ഉണ്ട്, എല്ലാം നമുക്ക് സെറ്റാക്കാന്ന് യായി. ഈ സമയത്ത് ക്യാപ്റ്റൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ഫോറസ്റ്റ് റേഞ്ചേഴ്സ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ക്യാപ്റ്റൻ ആണെങ്കിൽ മാറിയെന്ന് ഉയർന്ന ഉദ്യോഗസ്ഥനെ വിളിച്ച് താനും കൂടെ ഞങ്ങളുടെ കൂടെ കൂടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് റിപ്ലൈ പറഞ്ഞതെന്ന് അറിയത്തില്ല. അങ്ങനെ റേഞ്ചേഴ്സും കൂടെ വന്ന് മാപ്പില് എവിടെയാണ് ഈ ഡ്രഗ് ഡീലിംഗ് ഉണ്ടാവും അല്ലെങ്കിൽ ഡ്രഗ്സ് ഉൽപ്പാദിപ്പിക്കുന്നതെന്നുള്ള ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
ഒരു സ്ഥലത്ത് ഭയങ്കരമായിട്ട് കുറേ മൃഗങ്ങളൊക്കെ ഉണ്ടാവുന്ന സ്ഥലമുണ്ട്. അങ്ങോട്ടേക്ക് സാധാരണയായിട്ട് ജനങ്ങളൊന്നും പോവാറില്ല. അപ്പോൾ അവിടെ ആയിരിക്കുന്നതാണ് പറയുന്നത്. ആ ഒരു സ്ഥലമാണെങ്കിൽ കറക്റ്റായിട്ട് തൻ്റെ മുത്തശ്ശി വിറകി കിടക്കുന്ന ആ ഒരു സോമിലുള്ള സ്ഥലമാണെന്ന് ഈ ക്യാപ്റ്റൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് നൈസായിട്ട് തന്നെ കൂടെ വിളിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ കാമാണെങ്കിൽ ഒരു സ്ഥലത്ത് വന്ന് കുഴി ഒഴിക്കുന്നു. അതിൽ നിന്ന് ഡ്രഗ്സ് എടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നമ്മുടെ പയ്യന്മാർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടെ അയാൾ അറിയാണ്ട് പതിയെ അയാളുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ആദ്യത്തെ കാലം എടുത്ത് വെക്കുന്നത് തന്നെ ഒരു വിറകിലേക്കാണ്. അതാണെങ്കിൽ പൊട്ടിപ്പോകുന്ന സൗണ്ട് കേട്ടിട്ട് കാമ അലേർട്ട് ആവുന്നുണ്ട്. ഇവർക്ക് നേരെ വെടിവെക്കുന്നു. ഇവരെ തിരിച്ചും വെടിവെക്കുന്നുണ്ട്. ഈ ഒരു വെടിയുടെ സൗണ്ട് നമ്മുടെ ടീം മെമ്പേഴ്സ് കേൾക്കുന്നുണ്ട്. അവരും അലേർട്ടായിട്ട് അവിടെ നിൽക്കുന്നു. ഇവിടെ ഫയം താണും അതേപോലെ ആ ലീഡറും തമ്മിൽ ഭയങ്കര ചേസിങ് ആണ്. ഇടയ്ക്ക് ഒരു സ്ഥലത്ത് കാമ ഒളിച്ചു കേൾക്കുന്നുണ്ട്. നമ്മുടെ പയ്യന്മാരെ ഒളിച്ചു കേൾക്കുന്നു. ചെറുതായിട്ടൊന്ന് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്തിന്റെ അടുത്ത ടീം ആരുടെ മോന്ത്രിന്റെ ആൾക്കാര് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. നമ്മുടെ ഡ്രഗ്സ് മോഷ്ടിക്കുന്ന ആളാണത്, വിടരുത് എന്ന് പറഞ്ഞിട്ടാണ് ഇവര് നിൽക്കുന്നത്. ചാർട്ടിന്റെ അടുത്ത് ആ കള്ളനെ നോക്കാൻ പറയുന്നുണ്ട്. അതായത് കാമിന്റെ കാര്യം. നമ്മുടെ പയ്യന്മാരുടെ കാര്യം മറ്റേ അവരുടെ ഹെഡ് നോക്കിക്കൊള്ളാമെന്നും പറയുന്നു. അങ്ങനെ ഇവര് ഈ ഒരു മിഷന് വേണ്ടി വരുന്ന സമയത്ത് നമ്മുടെ പയ്യന്മാരാണെങ്കിൽ കാമുമായിട്ട് നെഗോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കാണ്. അവന്റെ കയ്യിലുള്ള ഡ്രഗ്സ് ആണെന്നും ആ മറ്റേ മരിച്ചുപോയ പയ്യന്റെ ബോഡി ഇയാളാണ് കുഴിച്ചിട്ടേന്നൊക്കെയുള്ള കാര്യം മനസ്സിലായെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അങ്ങേരാണെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ഇവരെ വെടിവെക്കുന്നു. ഭാഗ്യത്തിനെ കൊള്ളുന്നില്ല. ഇത്രയും സംഭവം നടക്കുന്നേം പോരാണ്ട് അവിടെ അപ്പുറത്താണെങ്കിൽ നമ്മുടെ ഡോക്ടർ പവർ കൂട്ടാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഈ മെഡിറ്റേഷൻ പോലെ അവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. ഇവിടെ കാമ നമ്മുടെ പയ്യന്മാർക്ക് നേരെ വെടിയെ വെച്ചിട്ട് പോവാൻ നോക്കുന്നുണ്ട്. പക്ഷെ കൊള്ളുന്നില്ല കേട്ടോ. കാമ ഓടുമ്പം ഇവരും പുറകെ പോകാൻ നിൽക്കുന്നുണ്ട്. ഫയാണ് കുറച്ച് മുന്നിൽ പോകുന്നത്. ഈ സമയത്ത് ഡോക്ടർ ആണെങ്കിൽ അങ്ങേരുടെ പവർ ഉപയോഗിച്ച് ഫായ നിൽക്കുന്ന ആ മരത്തിന്റെ വലിയൊരു കമ്പ് ഫയന്റെ മെയ്തേക്ക് ഇടാൻ നോക്കുന്നുണ്ട്. കറക്റ്റ് ടൈമിന് താൻ വന്ന് രക്ഷിക്കുന്നുണ്ട്. അങ്ങനെ താന് ഫയനെ രക്ഷിച്ച് നിൽക്കുമ്പോഴേക്കും അതാ മോന്ത്രിന്റെ ടീം വരുന്നു. അങ്ങനെ ഇവര് തമ്മിലാണ് പിന്നെ പ്രശ്നം. ഈ വെടീന്റെ സൗണ്ട് കേട്ടിട്ടാണെങ്കിൽ നമ്മുടെ ടീം അലേർട്ട് ആവുന്നുണ്ട്. അവർ ഈ ഒരു സൗണ്ട് കേൾക്കുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട്. ഫയൻ താനും കൂടെ മോന്ത്രിന്റെ ടീമിൽ ഓരോരുത്തരെയായിട്ട് അടിച്ചിടുന്നുണ്ട്. താണൊക്കെയാണെങ്കിൽ വേണ്ടപ്പെട്ട സ്ഥലത്തേക്ക് ഒരു കുത്തൊക്കെ കൊടുത്തിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. ബാക്കിയുള്ളവരെയൊക്കെ വെടിവെക്കുന്നുണ്ടെങ്കിലും മോന്ത്രിന്റെ ടീമിന്റെ ആ ഒരു ഹെഡ് ഉണ്ടല്ലോ, അയാളുടെ കൂടെ ചെറിയൊരു പ്രശ്നമാണ്. അയാള് ഫയനെ വെടിവെക്കാൻ വരുമ്പോഴേക്കും താന് തോക്കും കൊണ്ട് വരുന്നേ കൊണ്ട് അയാൾ മറിഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെ ഇവര് തമ്മിൽ വെടിവെക്കുമ്പം താനിന്റെ തോക്കിലെ ഉണ്ടേയും തീർന്നു പോവാണ്. ഇത് മനസ്സിലാക്കി അയാൾ എണീറ്റ് വരുമ്പം ഫയ അയാളും തമ്മിൽ അടിയാവുന്നു. പിന്നെ താണും വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ അടിയർന്നുകൊണ്ടിരിക്കുവാണ്. അയാളുടെ അടുത്ത് ആണെങ്കിൽ തോക്കുണ്ട്. അയാളുടെ അടുത്ത് നിന്ന് രക്ഷവിട്ട് നമ്മളെ പയ്യന്മാരാണെങ്കിൽ ഒരു ഡെഡ് എൻഡിലാണ് പോയി നിൽക്കുന്നത്. നിന്റെ പാരന്റ്സിന്റെ അടുത്തേക്ക് വിടാന്ന് പറഞ്ഞ് തന്നെ വെടിവെക്കാൻ നോക്കുന്ന സമയത്ത് അയാളുടെ തോക്ക് നമ്മളെ പയ്യന്മാരെ പിടിച്ചു വെക്കുന്നുണ്ട്. പക്ഷെ അയാൾ രണ്ടുപേരെയും കൂടെ ചവിട്ടി താഴേക്കിടുവാണ്. ഇവിടെ ഹെഡ് പോയിട്ട് മോന്ത്രിന്റെ അടുത്ത് നടന്ന കാര്യം പറയുമ്പം അങ്ങേർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് കലി വരുവാണ്. ഇതുങ്ങളെയും കൊണ്ട് ഭയങ്കര ശല്യമാണല്ലോ എന്ന്. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീർക്കാൻ നോക്ക്, വെറുതെ കുളമാക്കരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹെഡ് അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോഴാണ് ചാർട്ട് വരുന്നത്. ചാർട്ടിന്റെ അടുത്ത് കാമിനെ പിടിച്ചോന്ന് ചോദിക്കുമ്പം ഇല്ലെന്ന് പറയുന്നു. ചാർട്ട് ആ പോലീസുകാരുടെ കാര്യം എന്തായെന്ന് ചോദിക്കുമ്പം ഇങ്ങനെയാണെങ്കിലും ഒന്ന് നോക്കി പേടിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. ഇതേ സമയത്ത് ഇവിടെ താണാണെങ്കിൽ ഒരു സ്ഥലത്ത് പിടിച്ചു നിൽക്കുന്നുണ്ട്. ഫയനെ അവന്റെ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട്. പക്ഷെ എത്ര നേരം അവനെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റും? നീയും കൂടെ വെറുതെ പ്രശ്നത്തിലാവണ്ട, നീ എന്റെ കയ്യിൽ നിന്ന് വിടുന്ന് ഫയ പറയുന്നുണ്ടെങ്കിലും നിന്നെ ഞാൻ അങ്ങനെ വിടത്തില്ല. നീ എന്റെ കൂടെ നിൽക്കാന്ന് പ്രോമിസ് ചെയ്തതല്ലേ, എന്നിട്ട് ഞാൻ എന്നെ വിട്ടിട്ട് പോവാൻ നോക്കുവാണോ എന്നൊക്കെയാണ് താന് പറയുന്നത്. പക്ഷെ ഫായക്ക് അങ്ങനെ താന്റെയും കൂടെ കൊല്ലാൻ കൊടുക്കാൻ പറ്റുമോ? അവനാണെങ്കിൽ തന്റെ കയ്യിലേക്ക് പിടിക്കുന്നുണ്ട്. സോറി എന്ന് പറഞ്ഞ് കൈ പിടിപ്പിച്ച് താഴേക്ക് വീഴുവാണ്. ഫായ അങ്ങനെ താഴേക്ക് വീഴുന്നത് താന് ഭയങ്കര വിഷമത്തോടെ നോക്കിയിരിക്കുന്നുണ്ട്. അവനെ കൊണ്ട് കുറെ നേരം ഒന്നും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവനും താഴേക്ക് വീഴുന്നുണ്ട്. പക്ഷെ ആ ഒരു ഗ്രീൻ ലൈറ്റ് പോലെയുള്ള ഒരു സോള് പോലെയുള്ള സംഭവം ഉണ്ടല്ലോ നമ്മുടെ ഡോക്ടറുടെ, ആ ഒരു ഇത് വന്നിട്ട് താനെ മേലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു പച്ച സാധനം മാറിയിട്ട് ഡോക്ടർ ആവുന്ന കാണുമ്പോഴാണ് താനെ മനസ്സിലാവുന്നത് ഫയ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു. ആ ഒരു പേഴ്സൺ ഡോക്ടർ തന്നെയാണ്. താൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും കൊന്നുകൊണ്ടിരുന്നത് ഡോക്ടറാണെന്നൊക്കെ മനസ്സിലാവുമ്പം താൻ്റെ കൊണ്ടാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഡോക്ടറാണെങ്കിൽ നീ ഫയനെ ഇഷ്ടപ്പെട്ടാല് ഇങ്ങനെയാണ് ഉണ്ടാവുക, എന്നെ അല്ലാതെ നിനക്ക് വേറെ ആരെയും ഇഷ്ടപ്പെടാൻ പറ്റില്ല, നീ എൻ്റെ കൂടെയാണ് വേണ്ടത്, നീ എൻ്റെതാണ്, എൻ്റെ മാത്രമാണ് എന്നൊക്കെ ഒരു സൈക്കോനെ പോലെ പറയുന്നുണ്ട്. താനാണെങ്കിൽ ഫയനെ രക്ഷിക്കണം, ഇങ്ങനെയാണെങ്കിൽ അതിനെ സമ്മതിക്കുന്നുമില്ല. താനോട് ഡോക്ടറുടെ കൂടെ വരാൻ വേണ്ടിയിട്ടാണ് ഭയങ്കരമായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ താനതിനെ സമ്മതിക്കുന്നില്ല. ഇങ്ങേരുടെ ശല്യം കാരണം താഴേക്ക് ചാടിയിട്ട് ഫയനെ രക്ഷിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ നീ ഫയനെ ഇപ്പം രക്ഷിച്ചാലും അവൻ പതിയെ ചാവും. അവൻ മാത്രമല്ല, നീ ഇഷ്ടപ്പെടുന്നതും നിന്നെ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള എല്ലാവരെയും ഞാൻ കൊല്ലും. ഫായ വേണോ, ബാക്കിയുള്ളവരുടെ ജീവൻ വേണോ, അല്ലെങ്കിൽ പിന്നെ നീ എൻ്റെ കൂടെ വരുന്നോന്ന് നിനക്കിപ്പോൾ തീരുമാനിക്കാം, ഇത് ചൂസ് ചെയ്യേണ്ട സമയമാണെന്ന് പറഞ്ഞ് അങ്ങേരാണെങ്കിൽ ഒരുമാതിരി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. താനെയും കൂട്ടിയിട്ട് അവിടുന്ന് പോകുന്നുമുണ്ട്.
സത്യം പറഞ്ഞാല് ഡോക്ടറുടെ സംസാരം കേട്ടിട്ട് പേടി തോന്നുന്നു. അത്രത്തോളം സൈക്കോത്തരത്തിലാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഈ ഒരു ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ മിക്കവാറും പോയിട്ട് സീക്രട്ട് ക്രഷ് ഓഡിയോ കാണേണ്ടി വരും. എൻ്റെ സ്കൈ. ഇവിടെ നമ്മുടെ ടീം ആണെങ്കിൽ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ക്യാപ്റ്റൻ ഒരു കോൾ വരുന്നത്. അതും ചാർട്ടാണ് വിളിക്കുന്നത്. താനും ഫായ്ക്കും പ്രശ്നമായി. ആദ്യം അവരെ പോയി നോക്കുന്നതാണ് ഇവൻ പറയുന്നത്. എന്താ പറ്റിയെന്നൊക്കെ ക്യാപ്റ്റൻ ചോദിച്ചു വരുമ്പോഴേക്കും അവര് എന്ന് പറഞ്ഞ ചാർട്ട് തിരിഞ്ഞു നോക്കുമ്പം മുന്നില് തോക്കം പിടിച്ചോണ്ട് ഹെഡ് അവിടെ നിൽക്കുന്നു. അവനിട്ട് ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. അവന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമായി. പാവാ ചെറുക്കനൊന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു. ഇവിടെ ക്യാപ്റ്റൻ ആണെങ്കിലും ആകെപ്പെടാ ടെൻഷൻ. ഇവിടെ നമ്മുടെ ഫായ് ആണെങ്കില് ഡോക്ടറെ കുറിച്ചുള്ള കാര്യമൊക്കെ ആലോചിച്ച് ഞെട്ടി എണീക്കുന്നുണ്ട്. നേരെ നോക്കുമ്പം താണ് മുന്നിൽ വന്നേക്കുന്നു. സ്വപ്നാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. പക്ഷെ സ്വപ്നമൊന്നല്ല. താണ് ഫയനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നാളെ ആൾക്കാർ വരുന്നത് പറയാണ്. ആര് വരാനാ? അതിന് നമ്മളിവിടെ ഉള്ളതെന്ന് ആർക്കും അറിയത്തില്ലല്ലോ എന്ന് ഫായ. നമുക്ക് നാളെ ഇവിടുന്ന് രക്ഷപ്പെടാന്നൊക്കെ താണ് പറയുന്നുണ്ട്. ഫായ്ക്ക് നല്ല അടി പറ്റിയത് കൊണ്ട് തന്നെ കിടക്കാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ കിടക്കുന്നുണ്ട്. ഭയങ്കര വിഷമത്തിലാണ് താനുള്ളത്. അവന്റെ എക്സ്പ്രഷനും സംസാരമൊക്കെ കേട്ടാല് ഡോക്ടറുടെ അടുത്ത് ഫയനെ രക്ഷിച്ചതിന് ശേഷം ഞാൻ നിന്റെ അടുത്തേക്ക് തിരിച്ചു വരാന്ന് പറഞ്ഞിട്ട് വന്നണക്ക് ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മളെ കാണുന്നത് താണ് തീയൊക്കെ കൂട്ടുന്നതാണ്. എന്തായാലും ട്രെയിനിങ്ങിന് ഗുണമുണ്ടായെന്ന് പറഞ്ഞ് അവിടെ ഫയ ഇരിക്കുന്ന സമയത്ത് താണ് ഭയങ്കര വിഷമത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിന്റെ ലൈഫിലേക്ക് വന്നതിന് ശേഷമല്ലേ നിനക്ക് ഇത്ര പ്രശ്നം. ഓൾമോസ്റ്റ് മരിക്കേണ്ടത് എത്ര പ്രാവശ്യമാണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിഷമത്തിൽ സംസാരിക്കുകയാണ്. നിന്നെ ഞാൻ ഡേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഞാനൊരു പോലീസാണ്. സോ ഇങ്ങനെ ഡേഞ്ചറിലൊക്കെ തന്നെ ആയിരിക്കുന്നു ഫയ പറയുന്നുണ്ട്. താനാണെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ട് കരയുന്നതൊക്കെ പറയുന്നുണ്ട്. നിന്നെ എൻ്റെ ലൈഫിൽ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. ഞാൻ നിന്നെയാണ് സ്നേഹിക്കുന്നത്. നിന്നെ മാത്രമേ സ്നേഹിക്കുള്ളൂ. എപ്പോഴും നിന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. താണിങ്ങനെ ഒരുമാതിരി വിങ്ങി പൊട്ടി കരയുന്നതൊക്കെ പറയുന്ന കേട്ടിട്ട് ഫയൻ ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ പറ്റിയ, നീ ഓക്കെ ആണോ എന്ന്. താണ് ഫയനെ കിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പുറത്താണെങ്കിൽ ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട് ഈ ഒരു എപ്പിസോഡ് കഴിയാണ്. എപ്പിസോഡിന്റെ തുടക്കത്തില് നമ്മുടെ ക്യാപ്റ്റൻ അടക്കമുള്ള ടീംസ് മൊത്തം ഫോറസ്റ്റിലുണ്ടല്ലോ. അവര് താണിനെയും ഫയനെയും അതേ കണക്ക് തന്നെ ചാർട്ടിനെയും കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഈ സമയത്താണ് ഇവർക്ക് മനസ്സിലാവുന്നത് ചാർട്ട് നമ്മുടെ ക്യാപ്റ്റന്റെ സ്പൈ ആണെന്ന്. ഇവരുടെ ട്രെയിനിങ്ങിന് ശേഷമാണ് ക്യാപ്റ്റൻ ചാർട്ടിനെ ഈ ഒരു മിഷന് വേണ്ടിയിട്ട് ഏൽപ്പിച്ചത്. അന്ന് ഇവരെ മറ്റേ ആളെ പിടിക്കാൻ വേണ്ടിയിട്ട് ബാറിൽ പോയ സമയത്തും ചാർട്ടിനെ കണ്ടായിരുന്നല്ലോ. അതും ക്യാപ്റ്റന്റെ ഓർഡർ തന്നെയായിരുന്നു. അഥവാ ആ സമയത്ത് അവനെ പിടിച്ചിരുന്നെങ്കിൽ ഇപ്പം മോന്ത്രിനെ പിടിക്കാനായിട്ട് ഇവർക്ക് സാധിക്കത്തില്ലായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ക്യാപ്റ്റൻ പറയുന്ന സമയത്ത് കുറച്ച് ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് ഇത് താൻ്റെ അടുത്തെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ? ഇവരൊന്നും അറിയിക്കാണ്ട് ഇങ്ങനെ ചെയ്തേനാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. ടാമിന്റെ അടക്കമുള്ള കേസിൽ നമ്മുടെ യൂണിറ്റിലെ ആൾക്കാർ തന്നെയാണ് ഒറ്റ കൊടുത്തത്. സോ ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാ പറയാതിരുന്നേന്ന് ക്യാപ്റ്റനും തറപ്പിച്ച് തന്നെ പറയുന്നുണ്ട്. സിംഗ് ചാർട്ടിന്റെ ഏകദേശം ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നുണ്ട്. അവിടെ ഏകദേശം ഒരു 5 കിലോമീറ്റർ മാറിയാണ് ഫായയും താണും ഉള്ളത്. അതുകൊണ്ട് തന്നെ 2 ടീമായിട്ട് പിരിഞ്ഞു പോയിട്ട് ഇവരെ കണ്ടുപിടിക്കാന്ന് തീരുമാനിക്കുന്നു. താനെയും ഫായനെയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യായിന്റെ അടുത്ത് ഫോറസ്റ്റ് ഓഫീസേഴ്സിനെയും വിളിച്ചിട്ട് പോകാൻ പറയുന്നുണ്ട്. അത് കണക്ക് മോന്ത്രിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റൻ അടക്കം ബാക്കിയുള്ളവരും പോവാൻ തീരുമാനിക്കുന്നു. അങ്ങനെ പോവാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് കേമ വന്ന് തോങ്ങിന്റെ അടുത്ത് ഒരു മാല കഴുത്തിലിട്ട് കൊടുത്ത് തൽക്കാലത്തേക്ക് നീ ഇത് വെക്ക്, സേഫ് ആയിട്ടിരിക്കുക. ഈ ഒരു മിഷൻ കഴിഞ്ഞതിന് ശേഷം നിന്റെ കയ്യിലിടാൻ വേണ്ടിയിട്ട് ഞാൻ റിങ്ങായിട്ട് വരാന്ന്. അതിനാരത് സമ്മതിച്ചെന്ന് തോങ് പറയുന്നുണ്ട്. തമാശയായിട്ടാണ് പറയുന്നത്. കേമാണെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ട് സേഫ് ആയിട്ടിരിക്കണം എന്ന് പറയുന്നുണ്ട്. പരസ്പരം അങ്ങനെ സേഫ് ആയിട്ടിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഒരു പേടി, ഇനി നമ്മളെ ഡയറക്ടർ ഇവരെ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കളയോന്ന്. യായി അവന്റെ വൈഫിനെ വിളിക്കുന്നുണ്ട്. വൈഫ് ഇപ്പൊ ഉള്ളത് താന്റെ മുത്തശ്ശിന്റെ കൂടെയാണ്. താനെയും ഫയനെയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം എന്നൊക്കെ അവളും പറയുന്നുണ്ട്. അത് കണക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് യായിന്റെ അടുത്ത് സേഫ് ആയിട്ട് തന്നെ തിരിച്ചു വരണമെന്നും പറയുന്നുണ്ട്. യായി ആണെങ്കിൽ എന്തോ ഒരു ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചാൽ കോളായിട്ട് ചെയ്യുന്നു. ഇതൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പം മനുഷ്യന്റെ നെഞ്ചിനൊരു പടവടപ്പാണ്. ഡയറക്ടർ ആരായോണ്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മുടെ വേന തന്നെ എന്ത് കാര്യം ഉണ്ടായിട്ടാ വന്നളഞ്ഞത്. യായിന്റെ വൈഫ് മുത്തശ്ശിമാരുടെ അടുത്തും ഫയന്റെ അനിയത്തിന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് അവരിതുവരേക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെന്ന്. അവർക്കാണെങ്കിൽ ആ ഭയങ്കര വിഷമവും പേടിയൊക്കെ ആവുന്നുണ്ട്. പോയ എല്ലാവരും സേഫ് ആയിട്ട് വരണേന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെ ക്യാപ്റ്റനും യായി അടക്കം നമ്മുടെ പയ്യന്മാരെല്ലാം കൂടെ അവിടുന്ന് അവരുടെ മിഷന് വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ ഫയയും താനും കൂടെ ഒരു പന്തവും കത്തിച്ച് ആ ഒരു ഗുഹയെന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വഴിയുണ്ടോന്ന് നോക്കുവാണ്. യായും 2 ഫോറസ്റ്റ് റേഞ്ചേഴ്സും കൂടെ ഇവരെ തപ്പിയാണ് വരുന്നത്. ഇങ്ങനെ കുറെ തപ്പി നടക്കുന്ന സമയത്ത് നമ്മുടെ പയ്യന്മാരാണെങ്കിൽ അവിടെ ഒരു വെട്ടം കാണുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടേക്ക് പോയിട്ട് ഹെൽപ്പ് ആയിട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഉണ്ടോന്ന് ഒച്ചയിൽ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കാണ്. ഈ ഒരു സൗണ്ട് നമ്മുടെ യായും കേട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവരെ കാണുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയൊക്കെയോ 2നെയും പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അവരെ പുറത്തെടുത്തിട്ട് യായിക്ക് എങ്ങനെയാണ് ഇവിടെ വന്നത് എന്നും ചാർട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവൻ ഇൻസ്പെക്ടറുടെ സ്പൈ ആണെന്നുള്ള കാര്യമൊക്കെ. അവിടെ ചാർട്ടിനെ ആണെങ്കിൽ മന്ത്രിയെ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്.
ആരെയാണ് അവൻ ഫോൺ വിളിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവനാണെങ്കിൽ ഒന്നും തന്നെ പറയുന്നില്ല, ഫുള്ള് ചോരയില് കുളിച്ചിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്കാണ് ആരോ വന്നിട്ട് പറയുന്നത് ഇങ്ങോട്ടേക്ക് പോലീസ് വരുന്നുണ്ട് എന്ന്. അങ്ങനെ വെയർ ഹൗസ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് ഒന്നുകൂടെ ചാർട്ടിന് നല്ലൊരു ചവിട്ട് മോന്ത്രിയെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഡ്രഗ്സ് ഒക്കെ കൊണ്ട് കാട്ടിലൂടെ വരുന്ന സമയത്ത് നമ്മുടെ ടീമും അങ്ങോട്ടേക്ക് വരുന്നു. അങ്ങനെ അവര് തമ്മിൽ ഭയങ്കരമായിട്ട് ഗൺ ഷോട്ട് ഉണ്ടാവുകയാണ്. ഈ ഒരു സൗണ്ട് നമ്മുടെ ഫയം താണും യായും ഒക്കെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ സേഫ് ആയിട്ട് പോവാൻ നോക്ക്, ഞാൻ ക്യാപ്റ്റനെ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് യായി അവിടെ പോകാൻ നിൽക്കുന്ന സമയത്ത് ഞങ്ങളും ഉണ്ടെന്ന് നമ്മുടെ പയ്യന്മാര്. നിങ്ങളെ തന്നെ ഒന്ന് നോക്കിക്കേ, ഈ അവസ്ഥയിൽ എങ്ങനെയാ വന്ന് ഹെൽപ്പ് ചെയ്യാന്ന് യായി. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ പയ്യന്മാരും യായിന്റെ കൂടെ തന്നെ അങ്ങ് വരുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് വെടിവെപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ കുറച്ച് കഴിയുമ്പം എല്ലാവരും ഒന്ന് സ്റ്റോപ്പ് ആക്കുന്നുണ്ട്. ആ സമയത്ത് മോന്ത്രിന്റെ ആൾക്കാരെ വരുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ താണും ഫയും യായും ഒക്കെ കൂടെ ഒരു വണ്ടിയിലാണ് വരുന്നത്. അങ്ങനെ പിന്നെയും ഭയങ്കരമായിട്ടുള്ള കൺഷൂട്ട് നടക്കുന്നു. മോന്ത്രി ആണെങ്കിൽ ആ വെയർ ഹൗസ് കത്തിച്ചേക്കെന്ന് പറഞ്ഞിട്ട് ചാർട്ടിനെയും കൂട്ടിയിട്ട് അവിടെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. ആ സമയത്താണ് ബാക്കിയുള്ളവരെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ ടീംസും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ഇവർ തമ്മിലും ഭയങ്കരമായിട്ട് ഗൺഷോട്ട് ഉണ്ടാവുന്നു. ഇതുങ്ങൾക്ക് മനുഷ്യനെ ഒന്ന് വെറുതെ വിട്ടുകൂടെയെന്ന് അതിൻ്റെ ഇടയ്ക്കും മോന്ത്രി പറയുന്നുണ്ട്. അങ്ങനെ ഇവരാണെങ്കിൽ ആ ഒരു വെയർ ഹൗസിന്റെ ഉള്ളിലേക്ക് തന്നെ പോകുന്നു. ഇതിന്റെ ഇടയ്ക്ക് ബോംബ് വരെ എറിയുന്നുണ്ട്. ഭാഗ്യത്തിന് നമ്മുടെ പയ്യന്മാർക്കൊന്നും പറ്റുന്നില്ല. അങ്ങനെ മോന്ത്രിന്റെ ആൾക്കാരുടെ കൂടെ അടി ഉണ്ടാക്കിയിട്ട് പയ്യന്മാരെ നേരെ അകത്തേക്ക് കയറുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് അടി നടക്കുന്നുണ്ട്. രാത്രി ആവുന്നുണ്ട്. ടോമും കേമും സിംഗും കൂടെ പുറത്തുള്ളവരായിട്ട് ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അകത്ത് മോന്ത്രിയായിട്ട് നമ്മുടെ ബാക്കി പയ്യന്മാരും അടി ഉണ്ടാക്കുന്നുണ്ട്. അടിയല്ല, വെടി. ഇതിന്റെ ഇടയ്ക്ക് മോന്ത്രി പറയുന്നുണ്ട് നിന്നെയൊക്കെ കൊണ്ട് ജീവിക്കാൻ പറ്റാണ്ടായല്ലോ, നിന്നെ ഒന്നും ജീവനോടെ തന്നെ വിടാൻ പാടില്ലായിരുന്നു, നിന്റെ ചേട്ടനെ അച്ഛനെ കൊന്ന സമയത്ത് തന്നെ നിങ്ങളെയും കൊല്ലണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ പുറത്താണെങ്കിൽ ഭയങ്കരമായിട്ട് അറ്റാക്ക് നടക്കുന്നുണ്ട്. ടോങ്ങിനെ ആരോ വെടിവെക്കുന്ന നേരത്ത് കേമ് കറക്റ്റ് ആയിട്ട് ആ ഒരു വെടി വന്ന് കൊള്ളുവാണ്. കേമ് അവിടെ മയങ്ങി വീഴുന്നുണ്ട്. അപ്പോഴേക്കും സിംഗു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവിടെ അകത്താണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വെടിവെപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചാർട്ടിനെയും കൊണ്ട് മോന്ത്രിന്റെ ആള് വരുന്നുണ്ട്. അതും അവന്റെ കഴുത്തില് തോക്ക് വെച്ചോണ്ട്. മര്യാദയ്ക്ക് തോക്ക് താഴെ വെക്കാൻ പറയുമ്പം താണെ താഴെ വെക്കുന്നുണ്ട്. ഫയ താഴെ വെക്കാൻ പോകുമ്പോഴേക്കും ഇങ്ങനെ വെടിവെക്കാൻ നോക്കാണ്. അപ്പൊ ചാർട്ട് അങ്ങേരുടെ മണ്ടയ്ക്ക് ഒരു അടി കൊടുത്തിട്ട് നമ്മുടെ പൈമാരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ അടുത്തെത്തുമ്പോഴേക്കും തന്നെ ചാർട്ടിന് വെടി കൊള്ളുന്നുണ്ട്. അങ്ങനെ ഫയ അയാളെ വെടിവെക്കുന്നു. അങ്ങനെ ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഗൺഷോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലെ മോന്ത്രി നൈസായിട്ട് എസ്കേപ്പ് പോകാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഫയ അവരെ നോക്കിയിട്ട് താൻ്റെ അടുത്ത് അവരുടെ പുറകെ പോകാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ താനാണെങ്കിൽ പുറകെ പോയിട്ട് അസിസ്റ്റന്റിന്റെ നേരെ തോക്ക് ചൂണ്ടി മര്യാദയ്ക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഇവര് തമ്മിൽ ഫൈറ്റ് നടക്കുന്നു. അതിന്റെ ഇടയ്ക്ക് അസിസ്റ്റന്റിന്റെ കയ്യിലേക്ക് തോക്ക് കിട്ടുന്നുണ്ട്. താൻ്റെ അടുത്താണെങ്കിൽ തോക്കില്ല. അവന് നേരെ തോക്ക് ചൂണ്ടിയിട്ട് നിൽക്കാണ്. ആ സമയത്ത് മോന്ത്രി ആണെങ്കിൽ നമ്മുടെ ചെക്കനായിട്ട് അടിക്കുന്നു. നിനക്ക് നിന്റെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് പോകാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടല്ലേ, പെട്ടെന്ന് തന്നെ വിട്ടേക്കാം. അവിടെ പോയിട്ട് ഞാൻ ഹായ് പറഞ്ഞെന്ന് പറയാൻ മറക്കരുത്, ഞാൻ അവരുടെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. അസിസ്റ്റന്റ് താനെ കൊല്ലാൻ വേണ്ടിയിട്ട് കഴുത്തിന് തോക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വലിയൊരു പാമ്പ് വരുന്നത്. വേറെ ആരല്ല, നമ്മുടെ ഡോക്ടറാണ്. ഭയങ്കര വലിയ പാമ്പല്ലേ, അവരതിനെ കണ്ടിട്ട് തന്നെ പാതി ചത്തുന്നുണ്ട്. അസിസ്റ്റന്റിനെ താഴേക്ക് തള്ളിവിട്ട് കൊല്ലുന്നുണ്ട്. മോന്ത്രിനാണെങ്കിൽ ഒരു മറ്റേ പച്ച പുകയുണ്ടല്ലോ അതുപോലെ ആയിട്ട് വന്ന് കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് താൻ പറയുന്നുണ്ട് അയാള് പെട്ടെന്നൊന്നും മരിക്കാൻ പാടില്ല, ചെയ്തതിനൊക്കെ അനുഭവിച്ചാണ് മരിക്കാനെന്ന്. അതുകൊണ്ട് തന്നെ ഡോക്ടർ അങ്ങേരെ വിട്ടിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ ക്യാപ്റ്റൻ ഫായ യായി അടക്കമുള്ളവരെ വന്ന് നോക്കുമ്പം മോന്ത്രി ബോധമില്ലാതെ അവിടെ ഇരിക്കുകയാണ്. താനാണെങ്കിൽ എന്തോ പ്രേതം പിടിച്ചാണ് അവിടെ ഇരിക്കുന്നത്. ഫായ വന്നിട്ട് താനെ നോക്കുന്നുണ്ട്. അവിടെ മോന്ത്രി ബോധമില്ലാതെ ഇരിക്കുന്നതൊക്കെ കണ്ടിട്ട് അങ്ങനെ മരിച്ചോ എന്നൊരു സംശയം കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കാം. അങ്ങനെ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ടീംസ് മൊത്തത്തിൽ വന്ന് ക്യാപ്റ്റന്റെ അടുത്ത് ഇന്ന ഡ്രഗ്സ് ആ ഒരു വെയർ ഹൗസിൽ നിന്ന് കണ്ടുപിടിച്ചു എന്നുള്ള കാര്യം പറയുന്നതാണ്. എന്തുവായിരുന്നു മോന്ത്രിന്റെയും കോമന്റെയും കൂടെ നടന്നത് എന്ന് ക്യാപ്റ്റൻ താൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട്. അങ്ങേരെ ചെയ്തതിന് കിട്ടി, അത്രേ ഉള്ളൂ എന്ന് താണ്. അങ്ങനെ ക്യാപ്റ്റൻ നേരെ അകത്തേക്ക് പോകുന്നുണ്ട്. അവിടെ മോന്ത്രി ജീവനോടെ ഇരുന്നിരിപ്പുണ്ട്. അങ്ങേരുടെ അഹങ്കാരത്തിനാണെങ്കിൽ തീരെ കുറവില്ല. കാവോന്റെ അടുത്ത് സംസാരിച്ച ആ ഒരു ഫോൺ റെക്കോർഡ് വരെ നമ്മുടെ ആൾക്കാരുടെ അടുത്തുണ്ടല്ലോ. അപ്പൊ എവിഡൻസ് വരെയുണ്ട്, മര്യാദയ്ക്ക് കൺഫ്യൂസ് ചെയ്തോളാൻ ക്യാപ്റ്റൻ പറയുന്നുണ്ടെങ്കിലും അതൊക്കെയാണ് എവിഡൻസ്, ആദ്യം കാണിക്കേ, അത് കഴിഞ്ഞിട്ട് നോക്കാന്ന് മോന്ത്രി. നീതി, സത്യസന്ധത തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇപ്പൊ ഇല്ല. നീ വെറുതെ ഇതിന്റെ പുറകെ ഇങ്ങനെ നടന്നതാക്കണ്ട, ഞാനൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വളവളവളവളാന്ന് ഒരു ഗ്യാപ്പ് ഇല്ലാതെ അങ്ങേര് സംസാരിക്കുന്നുണ്ട്. കേൾക്കുമ്പോ തന്നെ ദേഷ്യം വരും. ക്യാപ്റ്റൻ ആണെങ്കിൽ സമാധാനപരമായിട്ട് നീതിയും സത്യസന്ധതയും ഒക്കെ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അത് നിനക്ക് ഞാൻ കാണിച്ചു തരുന്ന പറയുന്നുണ്ട്. ആദ്യം അത് കാണിക്കേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കൺഫ്യൂസ് ചെയ്യണോ വേണ്ടിയോ അതൊക്കെ തീരുമാനിക്കാന്ന് അങ്ങേര് ഒരുമാതിരി കളിയാക്കുന്ന കണക്ക് പറയുന്നുണ്ട്. അങ്ങനെ ക്യാപ്റ്റൻ പുറത്തിരുന്ന സമയത്ത് നമ്മുടെ പൈമാരും ചോദിക്കുന്നുണ്ട് എന്താ അങ്ങേര് കൺഫ്യൂസ് ചെയ്തോന്ന്. ഇങ്ങേരെ പോലുള്ളവരൊന്നും ഇപ്പൊ ഒന്നും കൺഫ്യൂസ് ചെയ്യത്തില്ല, പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും ഇങ്ങേരുടെ പുറകെയുള്ള ആൾക്കാരെ നമ്മളെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞ് ക്യാപ്റ്റനും സംസാരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് മുത്തശ്ശിയൊക്കെ ടിവിയിലെ ന്യൂസ് കാണുവാണ്. ആ ഒരു മോന്ത്രിനെ പിടിച്ചതും ഡ്രഗ്സിന്റെ കാര്യവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഒരുപാട് മർഡേഴ്സിന്റെ പുറകിലും മോന്ത്രിയാണ് എന്നുള്ള തുടങ്ങി ഒരുപാട് കാര്യങ്ങളാണ് ന്യൂസിലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ഫായയും താണും യായയും കൂടെ വരുന്നത്. മൂന്നുപേരെയും കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. യായ ആണെങ്കിൽ വൈഫിനെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തില് കരയുവാണ്. തിരിച്ചു വരാൻ പറ്റുന്ന വിചാരിച്ചതേ അല്ലെന്നും പറഞ്ഞ് യായി വൈഫിന്റെ കൂടെ നിൽക്കുന്നതാണ് ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവിടെ മുത്തശ്ശിയാണെങ്കിൽ താൻ്റെ അടുത്ത് നീ മാത്രമേ എനിക്കുള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ ഒന്നും ചെയ്യല്ലേ, വിട്ടുപോവല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. എന്തായാലും താൻ പറഞ്ഞതുപോലെ തന്നെ അവന്റെ അച്ഛനും അമ്മേനെയും കൊന്ന ആളെ ജയിലിലിട്ടല്ലോ, അതിന്റെ സന്തോഷം വേറെയും. അങ്ങനെ പിന്നത്തെ സീനില് താന് ഒരു ഫോട്ടോയിൽ നോക്കി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അങ്ങോട്ടേക്ക് ഫായ വരുന്നുണ്ട്. ഫായം പറയുന്നുണ്ട് അവൻ പറഞ്ഞാണ് തന്നെ അച്ഛന്റെ കൊലപാതകനെ കണ്ടുപിടിച്ച ജയിലിലിട്ടല്ലോന്ന്. അങ്ങനെ പിന്നെ പയ്യന്മാര് പതിയെ റൊമാൻസിലേക്ക് കിടക്കാണ്. അങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് ഫായ പറയുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും നീ നമുക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യണം, നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റും, നാളെയും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നേക്കുമായിട്ട് ഒരുമിച്ചിരിക്കാൻ പറ്റും എന്നൊക്കെ. അങ്ങനെ പയ്യന്മാര് പിന്നെയും അവരുടെ പരിപാടി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് പിറ്റേന്നാവുന്നുണ്ട്. പിറ്റേന്നാണല്ലോ നാഗ ഫെസ്റ്റിവൽ നടക്കുന്നത്. എല്ലാരും അതിൻ്റെതായ ആഘോഷത്തിന്റെ തിരക്കിലാണ്. മുത്തശ്ശിമാരാണെങ്കിൽ റിച്വൽസിനുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് വീടിന്റെ മുന്നിൽ തന്നെ ഒരു നാഗത്തിന്റെ ശിലയുണ്ട്. അവിടെ വന്നിട്ട് താന്റെ മുത്തശ്ശിയും ഫായന്റെ മുത്തശ്ശിയും അനിയത്തിയും കൂടെ പ്രാർത്ഥിക്കുവാണ്. ഞാൻ എന്റെ കൈ കൊണ്ട് തയ്യാറാക്കിയതാണ് ഈ സാധനങ്ങളൊക്കെ, നീ ഇന്ന് അവനെ കൊണ്ടുപോകും, പക്ഷെ ഞാൻ ചെയ്ത നല്ലതിനൊക്കെ ആയിട്ടുള്ള ഫലമായിട്ട് ഇന്ന് നടക്കാൻ പോകുന്ന മോശപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് നടക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുത്തശ്ശിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഡോക്ടർ തന്നെ കൊണ്ടുപോകുന്ന ദിവസമാണ്, അതുകൊണ്ട് ഇങ്ങനെ പേടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ മങ്കാണെങ്കിലും പ്രാർത്ഥനകൾ ഓൾറെഡി തന്നെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് അവിടുന്ന് മെഴുകുതി അണഞ്ഞു പോവാണ്. അപ്പോഴാണ് ഫായ അവിടുന്ന് എണീക്കുന്നത്. ബെഡിലേക്ക് നോക്കിയിട്ട് എന്തുകൊണ്ട് പേടിച്ചണക്ക് നിൽക്കുന്നുണ്ട്. താഴേക്ക് നോക്കുമ്പോൾ അവിടെ വെള്ളം ഇറ്റ് വീഴുന്നതാണ് കാണുന്നത്. അവിടെ താണില്ല. താനെ വിളിച്ച് ഭയങ്കരമായിട്ട് കൂകി വിളിച്ച് നടക്കുന്നുണ്ട്. അവിടെ പേടിച്ചു പോകുന്നുണ്ട് താനെ കാണാണ്ട്. ഈ ഒരു സൗണ്ട് മുത്തശ്ശിമാരും കേൾക്കുന്നുണ്ട്. അങ്ങനെ താന്റെ മുത്തശ്ശിക്ക് മനസ്സിലാവാണ് ഓൾറെഡി തന്നെ താനെ ഡോക്ടറെ കൊണ്ടുപോയിന്ന്. ഇവിടെ ഫായ തന്നെ അന്വേഷിച്ച് അവന്റെ പേരും വിളിച്ച് ഭ്രാന്തനെ പോലെ നടക്കുന്നു. മുത്തശ്ശിയാണെങ്കിൽ ബോധം കെട്ടുപോവാണ്. അങ്ങോട്ടേക്ക് യായിയും വൈഫും കൂടെ വരുന്നുണ്ട്. യായിക്കാണെങ്കിൽ സംഭവം മനസ്സിലാവുന്നില്ല. ഫായനെ പിടിച്ചു വെക്കുന്നുണ്ട്. ഫായാണെങ്കിൽ താണെന്ന് പറഞ്ഞിട്ട് അവനെ കണ്ടുപിടിക്കാൻ പോവാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് ഓടുവാണ്. ഇതിലേക്കൊക്കെ ഓടി ഓടി മങ്കിന്റെ അടുത്ത് എത്തുന്നുണ്ട്. അവിടെ എത്തിയിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ഇങ്ങനെ താനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഓടുന്നു. ഓടിയിട്ട് ഒരു റിവറിന്റെ സൈഡിലേക്കാണ് വരുന്നത്. അവിടെ നോക്കുമ്പോൾ ഒരു ചുഴിയുണ്ട്. നേരെ അങ്ങോട്ടേക്ക് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുവാണ്. അങ്ങനെ ഫായയും അവനെപ്പോഴും വരുന്ന ആ ഒരു വെള്ളമൊക്കെ ഉള്ള ആ ഒരു ലോകത്തേക്ക് വരുന്നുണ്ട്. അവിടെ ഓൾറെഡി ഡോക്ടറും താനും കൂടെ നിൽക്കുന്നുണ്ട്. നീ എന്തിനാ എന്നെ ഫോളോ ചെയ്ത് വന്നീന്ന് താന് ചോദിക്കുമ്പം നിന്നെ ഞാൻ വിടത്തില്ല, നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, നീ എൻ്റെ കൂടെ വായോ എന്നും പറഞ്ഞ് ഫായ താനെ വിളിക്കുകയാണ്. ഡോക്ടർ ഉണ്ടോ സമ്മതിക്കുന്നു. കഴിഞ്ഞ ജന്മത്തിൽ പറഞ്ഞ കണക്ക് തന്നെ നീ താനെ ഇഷ്ടപ്പെടുന്നില്ല, വെറുതെ നീ നിന്നെ മാത്രമാണ് ഇഷ്ടപ്പെടുന്നത്, നീ സെൽഫിഷ് ആയിട്ട് ചിന്തിക്കുകയാണ് ചെയ്യുന്നത്, നീ അവനെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അവനെ ഹേർട്ട് ചെയ്യത്തില്ല എന്നൊക്കെ ഫായ പറയുന്നുണ്ട്. ഡോക്ടർ ഉണ്ടോ സമ്മതിച്ചു കൊടുക്കുന്നു. അങ്ങനെ കണക്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഡോക്ടറും ഫായയും തമ്മിൽ അടി നടക്കുകയാണ്. ഫായനെ ഡോക്ടർ അടിക്കുന്ന സമയത്ത് താന് തടഞ്ഞു വെക്കാൻ നോക്കുമ്പം അങ്ങേരെ താനെ പിടിച്ച് അങ്ങ് തള്ളി വിടുവാണ്. താനും ഫായയും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള അടി നടക്കുന്നുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കണക്ക് തന്നെ ഒരു ആയുധം ഉണ്ടാക്കിയിട്ട് ഫായന്റെ നേർക്ക് ഡോക്ടറെ വിടുന്നുണ്ട്. കറക്റ്റായിട്ട് താനും അതിന്റെ മുന്നിലേക്ക് വന്ന് ചാടുന്നു. അപ്പോൾ താനും ഫായയും തമ്മിലുള്ള മെമ്മറീസ് നമ്മളെ കാണിക്കുവാണ്. തുടക്കം മുതലുള്ള കാര്യങ്ങള് കഴിഞ്ഞ ജന്മത്തിലാണെങ്കിലും ഈ ജന്മത്തിലാണെങ്കിലും നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അത് കാണിച്ചു കഴിയുമ്പോഴേക്കും താന്റെ ശരീരത്തേക്ക് ആ ഒരു ആയുധം കൊള്ളുന്നതാണ് കാണുന്നത്. ഡോക്ടർ അവിടെ കിടന്ന് നിലവിളിക്കുന്നുണ്ട്. ഫായ ആണെങ്കിൽ താനെ പോയി നോക്കുന്നു. താനാണെങ്കിൽ രണ്ടുപേരുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് ഇനിയെങ്കിലും രണ്ടുപേരും പരസ്പരം അടിച്ച് ചാവരുതെന്ന്. ഫായ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. താനാണെങ്കിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് നീ ഇങ്ങനെ സെൽഫിഷ് ആവരുത്, അവനെ നാഗഗുഹയിലേക്ക് കൊണ്ടുപോയാൽ മാത്രമേ രക്ഷിക്കാൻ പറ്റൂന്ന്. എന്നാലും ഫായ ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാണ്. ഡോക്ടർ ആണെങ്കിൽ അവനെ പിടിച്ച് തള്ളി മാറ്റിയിട്ട് താനെയും കൊണ്ടുവന്ന് പോവാണ്. ഫായ ഭയങ്കരമായിട്ട് താനെ വിളിക്കുന്നുണ്ട്. ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് അവൻ കണ്ണുറക്കുന്നതാണ് പിന്നെ കാണുന്നത്. അപ്പോഴും താന്റെ പേരാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. മുത്തശ്ശിമാർക്കും അനിയത്തിക്കൊക്കെ ആണെങ്കിൽ അവൻ എണീറ്റതല്ല ഭയങ്കര സന്തോഷം. ഇവനാണെങ്കിൽ താനെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഫായ വെള്ളത്തില് മുങ്ങിയതിനു ശേഷം 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ എണീക്കുന്നത്. എല്ലാരും ഭയങ്കരമായിട്ട് പേടിച്ചു വിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് സമാധാനാവുന്നത്. എന്തായാലും അപ്പോഴും ഫായ അന്വേഷിക്കുന്നത് താനെയാണ്. തന്നെ കാണാണ്ട് പോയിട്ട് കിട്ടിയോന്ന് ഇല്ലെന്നവര്. അപ്പാട് ഫായ ആണെങ്കിൽ തന്നെ അന്വേഷിച്ചു പോവാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് പോവാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവനിങ്ങനെ ബഹളം ഉണ്ടാക്കുന്ന വേണ്ടിയിട്ട് അവരെ കുറെ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും ഇവനാണെങ്കിൽ പോകുന്നുള്ള വാശിയിലാണ് നിൽക്കുന്നത്. മുത്തശ്ശി ഒച്ചയില് ഫായന്റെ പേര് വിളിച്ചിട്ട് താൻ ഇവിടുന്ന് പോയി, നീ ഇനി അടങ്ങിയിരിക്കുക എന്നുള്ള രീതിക്ക് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ മുത്തശ്ശിനെ പിടിച്ച് ഭയങ്കരമായിട്ട് കരയുന്നു. ഫായന്റെ അനിയത്തി ഫായന്റെ ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ട്, ഇവളുടെ കപ്പിളിനെ. ഫായ്ക്കും താനും ഇടയിൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. തന്നെ കാണുന്നില്ല എന്നുള്ള കാര്യമൊക്കെ. ആ സമയത്ത് അവള് പറയുന്നുണ്ട് നീ സ്ട്രോങ് ആയിട്ടിരിക്കണം,
ഫായനെയും മുത്തശ്ശീനെയും നീ വേണം നോക്കാൻ, അതുകൊണ്ട് സ്ട്രോങ് ആയിട്ടിരിക്കുക, ഞാൻ അതിനെക്കുറിച്ച് ഭയങ്കര വറീഡാണ്, കുറച്ച് കഴിയുമ്പോൾ വിളിക്കാന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങോട്ടേക്ക് ക്യാപ്റ്റനും യായിയും ടോങ്ങും സിംഗും കൂടെ വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു, ചാർട്ടും കേമും ഇപ്പൊ ഓക്കെയാണ്, അവർക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, അവരെ സേഫ് ആണ്. ഇവിടെ ഫായ ആണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിച്ച് താൻ്റെ കൂടെ നടന്നിട്ടുള്ള ഓരോരോ കാര്യങ്ങളും, ചെറുപ്പത്തില് അവർ അമുലേറ്റ് കൊടുത്തത് മുതല് ഇന്നലെ നടന്ന കാര്യങ്ങളടക്കമുള്ള കാര്യങ്ങള് ഓർത്ത് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ ടീംസ് ഒക്കെ വരുന്ന. തന്നെ കണ്ടുപിടിച്ചു വന്ന് ഫായ ക്യാപ്റ്റൻ പറയുന്നുണ്ട് അവരുടെ അടുത്ത് കുറച്ച് ലീവ് എടുത്ത് റെഡി ആവുമ്പം തിരിച്ച് വർക്കിലേക്ക് വന്നാൽ മതിയെന്ന്. പിന്നെ ഫയറിന്റെ കാര്യമാണെങ്കിൽ എല്ലാവരുടെ അടുത്തും അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതുവരേക്കും ഒരു ട്രേസും കിട്ടിയിട്ടില്ല. രാത്രിയും പകലും അന്വേഷിക്കുന്നുണ്ട്, എന്തെങ്കിലും അറിവ് കിട്ടുമായിരിക്കും എന്നാണ് പറയുന്നത്. ഫായ ആണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്, യായി ആണെങ്കിലും ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്, ബാക്കിയുള്ളവർക്കാണെങ്കിലും ഭയങ്കരമായിട്ട് വിഷമിച്ചാണ് നിൽക്കുന്നത്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നത് ഫായന്റെ അവസ്ഥയാണെങ്കിൽ ഭയങ്കര മോശമായിട്ടാണ് ഇരിക്കുന്നത്. ഭയങ്കര വിഷമത്തില് താടി മീശയൊക്കെ വളർത്തിയിട്ടാണുള്ളത്. ഇവിടെ താന്റെ മുത്തശ്ശീന്റെ കാര്യമാണെങ്കിലും പറയാനില്ല, ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടാണുള്ളത്. അങ്ങോട്ടേക്ക് ഫായ വരുന്നുണ്ട്, മുത്തശ്ശീനെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ഫായ മങ്കിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവിടുന്ന് പ്രാർത്ഥിച്ച് തിരിച്ചിരുന്ന സമയത്ത് നമ്മുടെ ടീംസ് മൊത്തം ക്യാപ്റ്റൻ, യായിന്റെ വൈഫ്, കേമ്, തോങ് അടക്കം എല്ലാരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവനെ ആശ്വസിപ്പിച്ച് സംസാരിക്കുന്നുണ്ട്. ഇന്ന് ആ ഒരു നാഗ ഫെസ്റ്റിവൽ ഡേ ആണ്, അതായത് ആ ഒരു വാക്സിമോന്റെ ഡേ ആണ്. ഇന്ന് സ്വതവേ നാഗങ്ങള് മനുഷ്യരൂപത്തിലേക്ക് വരും, അവര് നിന്നെ തന്നെ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ യായി പറയുന്നുണ്ട്. നീ ഇങ്ങനെ തന്നെ ലൈഫ് മൊത്തം കണ്ടിന്യൂ ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്? നിന്നെ ഈ ഒരു കോലത്തിൽ കാണാൻ താൻ ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ലെന്ന് ക്യാപ്റ്റനും പറയുന്നുണ്ട്. സോറി എന്നും പറഞ്ഞ് ഫായ അവിടുന്ന് ഭയങ്കര വിഷമത്തില് പോവാണ്. അങ്ങനെ കുറെ ദൂരം നടക്കുന്നുണ്ട്. നടന്ന് കുറെ അങ്ങ് എത്തിക്കഴിയുമ്പം ഫായാന്ന് ആരോ വിളിക്കുന്ന പോലെ സൗണ്ട് കേൾക്കാണ്. നോക്കുമ്പം താനാണ്. ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്, ഓടിപ്പോയിട്ട് കെട്ടിപ്പിടിച്ച് ശരിക്കും നീ തന്നെയാണോ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിക്കുന്നുണ്ട്. ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി. ഡോക്ടറെ തന്നെ കൊണ്ടായിരുന്നല്ലോ, ഒരുപാട് കഷ്ടപ്പെട്ട് ചികിത്സിച്ച് നേരെയാക്കിയതാണ്. ഡോക്ടറുടെ നാഗാ സോള് ഇവനെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവനിപ്പോ ഇങ്ങനെ ജീവനോടെ നിൽക്കുന്നത്. ഇത് പറയുന്ന സമയത്ത് നിനക്ക് നേരത്തെ വന്നുകൂടായിരുന്നു എന്ന് ഫായ ചോദിക്കുന്നുണ്ട്. ഡോക്ടറുടെ കാര്യത്തില് പാവം തോന്നി. അപ്പൊ ഡോക്ടറെ പറ്റുന്നത്രയും നന്നായിട്ട് നോക്കി. അത് മാത്രല്ല ഇവരുടെ കാര്യം പറഞ്ഞു മനസ്സിലാക്കാനും ശ്രമിച്ചു, അതുകൊണ്ടാണ് ഇത്ര താമസിച്ചത്. ഡോക്ടർ ഇവരുടെ സ്നേഹം അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇവരെ ഇനി ശല്യപ്പെടുത്താനും വരത്തില്ല. ഇതും പറഞ്ഞിട്ട് ഡോക്ടർ എവിടെയാണോ ഉള്ളത് അങ്ങോട്ടേക്ക് ആ ഒരു വെള്ളത്തിലേക്ക് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ അവിടെ ആ പാമ്പ് കിടക്കുന്നതാണ് കാണുന്നത്. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാൻ അവനെ നന്നായിട്ട് തന്നെ നോക്കിക്കൊള്ളാം, എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഫായ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഡോക്ടറും അവസാനം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാണ്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. താണില്ലാത്ത സമയത്ത് അവൻ ഒരുപാട് കാണാൻ ആഗ്രഹിച്ചിരുന്നു, ഒരുപാട് മിസ് ചെയ്തു എന്ന് ഭയങ്കര ഫീൽ ചെയ്ത് ഫായ പറയുന്നുണ്ട്. താനാണെങ്കിൽ ഫായനെ പിടിച്ച് കിസ് ചെയ്യുന്നു. അങ്ങനെ പൈമാരെ കിസ് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് കഴിയുന്നത്. ഒരു സ്പെഷ്യൽ എപ്പിസോഡും കൂടി ഉണ്ടെന്നാണ് കേട്ടത്, ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ എപ്പോൾ വരുന്ന മാത്രം ഒരു പിടുത്തമില്ല കേട്ടോ. നല്ലൊരു ഡ്രാമയായിരുന്നു. അവസാനം ഒന്നും കൂടെ ഡോക്ടറായിട്ട് തന്നെ കാണിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. അതായത് പാമ്പായിട്ട് കാണിക്കാണ്ട് നമ്മുടെ ശരിക്കുള്ള രൂപത്തിൽ തന്നെ കാണിക്കുമായിരുന്നെങ്കിലോ കുറച്ചും കൂടെ ബെറ്റർ ആയേനെ. അല്ലാതെ മൊത്തത്തിൽ അടിപൊളിയാണ്, എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് പറയാൻ മറക്കരുത്.